Good morning. Good morning, Good ma'am. morning, Miss. Morning, Miss. Morning. Good morning, ma'am. Morning. Okay, so please, very low. Who's going to do prayer? Ma'am, I'm ready. Good morning to all. O Lord of the word of knowledge, please bless our teachers. Please Good bless morning, us ma'am. too. Every piece of knowledge is not small. Make all knowledge easy for us. Remove all the thorns from our path. Let the grass of knowledge sprout on our paths. Oh God, we praise you. Please accept our prayers. Okay. Okay, so what's next? What for the day? Sign in. Ma'am, ഞാൻ ചെയ്യാം. Hi, good morning all. Have a nice day everyone. Let me sing a song. തന്നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ. Every day is a new beginning. Take a deep breath and smile. Start again. Thank you. നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു മൂവിയും സോങ്ങും അല്ലേ? ഓക്കെ, സോ നമ്മൾ യൂണിറ്റ് 4ഉം കംപ്ലീറ്റ് ചെയ്തു അല്ലേ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എവിടെ വരെയാ തന്നേക്കണേ? മോക്ക് ടെസ്റ്റിന്റെ 3, 4 ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഷെയർ ചെയ്തോന്നൊരു ഓർമ്മയില്ല. പാർട്ട് 3 ഫസ്റ്റ് സെക്കൻഡ് തന്നു എന്ന് ഓർമ്മയുണ്ട്, അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. 3 തന്നു. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് അതിന്റെ ക്വസ്റ്റ്യൻസ് തന്നു മോക്ക് ടെസ്റ്റ് ആയിരിക്കും, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, സോ യൂണിറ്റ് 4 കംപ്ലീറ്റഡ്, ലൈക് സെൽഫ് കൺസ്ട്രക്ഷൻ. ഓക്കെ, സോ ഷെയർ ചെയ്യാം. യൂണിറ്റ് 5 എടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ടീച്ചേഴ്സ്? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. അപർണ മാം. ഓക്കെ, സോ യൂണിറ്റ് 7 ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 7 ഇച്ചിരി മീൻസ് കുറച്ച് അധികം ഉണ്ട്. ആ യൂണിറ്റ് 7 വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടെസോറി മെത്തേഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 7. എങ്ങനെ നമ്മൾക്കൊരു മോണ്ടെസോറി എൻവയോൺമെന്റ് അറ്റ്മോസ്ഫിയർ പ്രിപ്പയർ ചെയ്യാം, അതാണ് യൂണിറ്റ് 7 പറയുന്നത്. സോ ദിസ് ഓൺവേർഡ്സ് നമുക്കൊരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ജോബ് കിട്ടി പോകുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് വരും. ഓക്കെ, സോ
യൂണിറ്റ് 7 മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ഓക്കെ, എങ്ങനെ ഒരു സ്കൂളിൽ നമ്മൾക്കറിയാം, നമ്മളുടെ നമ്മളിപ്പോ വീട്ടിലിപ്പോ എത്ര മെമ്പേഴ്സ് ഉണ്ട്, വലിയ ആൾക്കാർ അഡൽട്സ് ആണ് ഉള്ളത്. അവിടെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ നമ്മൾ അവിടെ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തും അല്ലെ. കുട്ടി പതുക്കെ എഴയാൻ തുടങ്ങുമ്പോൾ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ നടക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അപ്പോഴും നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു വെക്കും ഫോർ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്നുള്ളത്. മുകളിലേക്കുള്ള സ്റ്റെയറിന്റെ അവിടെ ക്ലോസ് ചെയ്യും, താൽക്കാലികമായിട്ട് ഫ്രണ്ട് ഡോറിന്റെ അവിടെ ക്ലോസ് ചെയ്യും. പണ്ടത്തെ വീടുകളിലൊക്കെ ഹാഫ് ഡോർ പോലത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ പൂച്ച കയറാതിരിക്കാനും എന്തെങ്കിലും ഓപ്പൺ ആക്കി ഇടുമ്പോൾ നമുക്ക് കാറ്റ് കയറണം, അപ്പൊ ടോപ്പ് പോർഷൻ മാത്രം ഓപ്പൺ ആക്കി ഇടും, താഴെ ക്ലോസ് ചെയ്യാം. കുട്ടികളുള്ള അടുത്തുമൊക്കെ അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാറുണ്ടായിരുന്നു. ആ രീതിയിലൊക്കെ അന്ന് ഡിസൈൻ ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മള് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങളും അങ്ങനെ നമ്മൾ ചെയ്തു വെക്കും. ആ കുട്ടി ഉറങ്ങുന്ന റൂം ചിലപ്പോ കോളിംഗ് ബെല്ല് അത് ഐഡിലാക്കി വെക്കും, കോളിംഗ് ബെല്ല് മാറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും കുട്ടിക്ക് ഡിസ്റ്റർബ് ആകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ചെറിയ ലാമ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ. അവോയ്ഡ് പെറ്റ്സ്, ഈ അലർജി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെയാണ് ഒരു സ്കൂളിലേക്ക് ഒരു കുട്ടി വരുമ്പോൾ ആ സ്കൂളിൽ മാറ്റങ്ങൾ. ഇനിയിപ്പോ നമുക്ക് കാണാം, അക്കാദമിക് ഇയർ തീരാറായി, നെക്സ്റ്റ് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ആ ഒരു വെക്കേഷനില് സ്കൂളുകളിൽ പല മാറ്റങ്ങളും വരും. ഈവൻ സ്കൂൾ ബസ്സില്, സ്കൂളിലെ ഗ്രൗണ്ട്, KG ക്ലാസ്സിലെ കുട്ടികളുടെ പിന്നെ എല്ലാ ഫർണിച്ചേഴ്സും ചെക്ക് ചെയ്യും. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ അത് ശരിയാക്കി അങ്ങനെ. അപ്പൊ അതുപോലെ തന്നെയാണ് മോണ്ടിസോറി സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയാണല്ലോ, അവിടുത്തെ മെത്തേഡ് തന്നെ ഡിഫറെന്റ് ആണ്. കുഞ്ഞുങ്ങളുടെ ഓരോരോ സ്റ്റേജ് ഡെവലപ്മെന്റ് എല്ലാം നമ്മൾ കണ്ടു. ആ ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ വരുന്നത്. സോ നമുക്കത് നോക്കാം. Okay, so who is going to read? Audio. ഞാൻ വായിക്കാം. Unit 7 Montessori Prepared Environment. To help the little ones in their constructive work, we have to create a place where sensitive periods, human tendencies and a plane of development are all being watched. A place where each child works at their own rate as per to their own interests. The Montessori prepared environment is perfect, which improves the children's inner discipline, concentration, belief in themselves, and belief in each other. They evolve a sense of responsibility and admiration for the world and the things and people within it. A real Montessori environment helps the child in the construction of their own life, a fulfilled life that is a part of the greater good. Montessori was of the view that a Montessori environment should be a loving area, that teachers should watch children and make needful changes to the environment to suit the children's requirements. The Montessori environment should be a nourishing place to meet the child's requirements for self-construction. All barriers to the child's development should be taken away from the environment. Okay, so Montessori prepared environment. നമുക്കറിയാം കുട്ടികൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അവർക്ക് സാധാരണ ഒരു അഡൾട്ട് ചെയ്യുന്നതും കുട്ടി ചെയ്യുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ആണ്. നമ്മൾ കണ്ടു, കഴിഞ്ഞ ചാപ്റ്റേഴ്സിലെല്ലാം കണ്ടു. ഒരു അഡൾട്ടിനെ ഒരു ജോലി ഏൽപ്പിക്കുക, ഒരു കുട്ടിയെ ഏൽപ്പിക്കുക, രണ്ടുപേരും ചെയ്യുന്നതിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലായി. അഡൾട്ടിന് എൻഡ് റിസൾട്ട് ആയിരിക്കും. കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് എൻജോയ് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, അതിന്റെ അച്ചീവ്മെന്റിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് അവർ എക്സ്പ്രസ് ചെയ്യുന്നു. പിന്നെ അവരുടേതായ ചില ഡിസ്കവറീസ് അവർ അതിൽ ചെയ്യും, ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരും, അങ്ങനെ പലതും. ഇപ്പൊ 10 കുട്ടികളെ നമ്മൾ നിരത്തിരുത്തിയിട്ട് ഒരേ ടോയ് 10 പേർക്കും കൊടുത്തു കഴിഞ്ഞാൽ 10 പേരും ഡിഫറെന്റ് ആയിട്ടായിരിക്കും ആ ടോയ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ടോയ് വെച്ചിട്ട് അവർ കളിക്കുന്നത് അല്ലെ. സോ
ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഒരാൾക്ക് ഒരു ഡോള് കൊടുത്താൽ അതേ ഡോള് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അവരത് മാനിപ്പുലേറ്റ് ചെയ്തതിൽ ഡിഫറൻസ് ഉണ്ടാകും. ഓക്കെ, ഇത് ഇവരുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ആ എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓരോ കുട്ടിയുടെ സ്പീഡ്, പേസ്, റേറ്റ് അതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അത് മാറും. പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ പേസ്, സ്പീഡ്, അവർ ചെയ്യുന്ന ടൈം, ഡ്യൂറേഷൻ എല്ലാത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ കുട്ടികളുടെ ഉള്ളില് നമ്മൾ കുട്ടികളെ പേടിപ്പിച്ചോ വടിയെടുത്തോ അടിച്ചോ അല്ല അവരിൽ അച്ചടക്കം അല്ലെങ്കിൽ ഡിസിപ്ലിൻ, ഒബീഡിയൻസ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. അതെല്ലാം ഈ എൻവയോൺമെന്റിൽ വെച്ചിട്ട് തന്നെ അവരിൽ മൗൾഡ് ആവുക ചെയ്യുന്നത്. അത് അവരിൽ ശരിക്കും ഇന്നറായിട്ട് ഡിസിപ്ലിൻ ഉണ്ട്. അവർക്കൊരു ഓർഡർ ഫോം ചെയ്യാറുണ്ട്. നമ്മളൊരു എക്സാമ്പിളിൽ പറഞ്ഞ ഒരു കുട്ടിയെ കൊണ്ട് അതിന്റെ അമ്മ ബീച്ചിൽ പോയപ്പോ ചൂട് കാരണം ജാക്കറ്റ് എടുത്ത് അവര് കയ്യിലിട്ട സമയത്ത് കുട്ടി ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ ആ ജാക്കറ്റ് തിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് കുട്ടിക്ക് സമാധാനമായത്. കാരണം അവർക്ക് ഒരു ഓർഡറാണ്. ഓരോ കാര്യം എന്താണ് ജാക്കറ്റ് എന്ന് പറഞ്ഞ് ഇടാനുള്ളതാണ്, കയ്യിലേക്ക് ഇടാനുള്ളതല്ല എന്നുള്ള രീതിയിലാണ്. നമുക്കും വീടുകളിൽ കുട്ടികളുണ്ടെങ്കിൽ അറിയാം, നമ്മളൊരു സാധനം വെച്ചിരിക്കുന്നത് കാണില്ല. കുട്ടികളെ സംബന്ധിച്ച അവരുടെ ഓർഡർ വേറെ ആയിരിക്കും. അവരെവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. അവരോട് ചോദിച്ചാൽ അവര് തന്നെ അത് എടുത്തുകൊണ്ട് വരും. സോ ദാറ്റ് ഇസ് അവരിലൊരു ഓർഡർ ഫോം ചെയ്യാണ്. അവര് ഓരോ കാര്യവും എവിടെ വെക്കണ്ടേ എന്നുള്ള ഒരു അവരുടെ ഇന്നർ തോട്ട്സ് പറയുന്നതിനനുസരിച്ചാണ് അവരത് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ കുട്ടികളുടെ ഇന്നർ ഡിസിപ്ലിൻ, പിന്നെ അവരുടെ കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുമ്പോൾ അവർ ഭയങ്കര ശ്രദ്ധിച്ചിരിക്കും. പിന്നെ അവർക്കൊരു സെൽഫ് കൺസെപ്റ്റ് വരും. അവരെ തന്നെ ബിലീവ് ഇൻ ദംസെൽസ്, അവരോട് തന്നെ ഒരു വിശ്വാസം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കോൺഫിഡൻസ്, അതാണ്. പിന്നെ മറ്റുള്ളവരെ അങ്ങനെ പരസ്പരം ഒരു മ്യൂച്വൽ ബിലീഫ് അവിടെ വരും. പിന്നെ റെസ്പോൺസിബിലിറ്റി, ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുക, നല്ല രീതിയിൽ ചെയ്യുക, ആ ഒരു രീതിയെല്ലാം അവർക്ക് വരുന്നത്. ഈ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ അല്ല, അവരുടെ ഏജിന് സൂട്ടാവുന്ന രീതിയിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുമ്പോൾ അവരത് വളരെ താല്പര്യത്തോടെ അവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുന്നു. അത് ആ ഒരു കമ്മിറ്റ്മെന്റ് അവർ കാണിക്കും. അപ്പൊ അതൊരു മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ലവിങ് ഏരിയ ആയിരിക്കണം എന്നും അറിയാം. മോണ്ടിസോറിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. സ്കൂൾ ഒരു പേടി സ്വപ്നമാകുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, സ്കൂളിൽ നിന്നുള്ള അതുപോലത്തെ ഒരു ത്രെറ്റ് അല്ലെങ്കിൽ അതുപോലത്തെ പെരുമാറ്റം അങ്ങനെയൊക്കെ വരുമ്പോ സ്കൂൾ ഒരു പേടി സ്വപ്നം കുട്ടികൾക്കാവും. പക്ഷെ ചില ടീച്ചർമാരോട് അവരുടെ രീതികൾ വെച്ചിട്ട് അവർക്ക് ഇഷ്ടം തോന്നുമ്പം അവർക്ക് സ്കൂളിൽ പോവാൻ ഇൻട്രസ്റ്റ് അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ഒരു 15 സ്റ്റുഡൻസ്, 15 കുട്ടികൾ വരുവാണ്. ഈ 15 പേരും 15 രീതിയുള്ളവരായിരിക്കും. ആ 15 യുണീക്ക് പേഴ്സണാലിറ്റികളാണ് വരുന്നത്. ആ ഓരോ കുട്ടിയുടെയും റിക്വയർമെന്റിനനുസരിച്ച് അവിടെ ചേഞ്ചസ് വരുത്തുന്നു. അതാണ് സാധാരണ സ്കൂളിനാകെയുള്ള ചേഞ്ചസ് ആയിരിക്കും സാധാരണ സ്കൂളുകളിൽ വരുന്നത്. പക്ഷെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഓരോ കുട്ടിയുടെയും റിക്വയർമെന്റ് അനുസരിച്ച് അതിൽ ചേഞ്ചസ് വരുത്തുന്നു, മോഡിഫിക്കേഷൻ വരുത്തുന്നു. അറിയാം, മോണ്ടിസോറി ജനറലി അത് ഡിസൈൻ ചെയ്ത് വെച്ചു. അപ്പൊ വന്ന കുട്ടികൾക്കനുസരിച്ച് അവരതില് മോഡിഫിക്കേഷൻ വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു നറിഷിങ് പ്ലേസ് ആണ്. കുട്ടികളെ പരിപോഷിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നറിഷിങ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. കുട്ടികളുടെ എല്ലാ റിക്വയർമെന്റ്സും, അവരുടെ സെൽഫ് കോൺസെൻട്രേഷന് വേണ്ട എല്ലാ റിക്വയർമെന്റ്സും കിട്ടുന്നത്. കുട്ടികളുടെ ഡെവലപ്മെന്റിനുള്ള ബാരിയേഴ്സ് ഒന്നും അവിടെ ഇല്ല. അതെല്ലാം ആ എൻവയോൺമെന്റിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ആ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ കുറെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഇങ്ങനെ കുറെ സ്പെഷ്യാലിറ്റി, ഇമ്പോർട്ടൻസ് മറിയ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കൊടുത്തു. അതിന് അവരുടെ കുറെ ഒബ്സർവേഷൻ പറയുന്നുണ്ട്. അതാണ് അടുത്ത ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. വി ഹാവ് 1 2 3 4 5 6 7 8 പോയിന്റ്സ് ഉണ്ട്. 8 പോയിന്റ്സിലെ ഫസ്റ്റ് 3 വായിക്കാമോ? മാം, ഞാൻ വായിക്കാം. She considered the environment as secondary to life itself. It can modify in that it can help or hinder, but it can never create. The origins of the development both in the species and in the individual lie within. The child then does not grow as he happens to be put in a nourishing environment. He grows because the potential life within him develops, making itself visible. Yes, next.
ഫസ്റ്റ് 3 എന്നാ പറഞ്ഞേ. Okay, ma'am. The environment should be carefully planned for the child by a knowledgeable, sensitive adult. The adult must be a participant in the child's living and growing within the designed environment. In the Montessori environment, the child must be helped in his development by the following methods. ഓക്കെ, അത് മതി പറയാം. സോ പറഞ്ഞ പല കാര്യങ്ങളും തന്നെയാണ് കുട്ടികളുടെ ഡെവലപ്മെന്റിന് ഹിൻട്രൻസ്, തടസ്സമാകുന്നതൊന്നും അവിടെ ഉണ്ടാവില്ല. അതെല്ലാം മാറ്റും. ഇവർ മോർ ക്രിയേറ്റീവ് ആകാനുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വെക്കും. ആ രീതിയിൽ മോഡിഫൈ ചെയ്യും. ഓരോ കുട്ടിയും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട്, ഓരോ പേഴ്സണാലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ കുട്ടികളെ ഈ ഒരു നറിഷിങ് എൻവയോൺമെന്റിൽ തന്നെ വളർത്തിയ, അല്ലെങ്കിൽ അവരെ ആ ഒരു എൻവയോൺമെന്റില് ഫ്രീഡത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഗ്രോത്തും ഡെവലപ്മെന്റും നാച്ചുറൽ ആയിട്ട് സംഭവിക്കും. നമ്മൾ അതാണല്ലോ പറഞ്ഞത്, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. നാച്ചുറൽ ആയിട്ട് എല്ലാം നടക്കണം. അപ്പൊ ആ രീതിയിലാണ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അവന്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ അത് മാക്സിമം യൂസ് ചെയ്തിട്ടായിരിക്കും അവൻ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. സോ 6 years വരെയുള്ള കുട്ടികളായിരിക്കും അവിടെ ഉള്ളത്, 3 to 6 years. ആ ഒരു ടൈമിൽ കൊടുക്കുന്നത് അവരുടെ ഫണ്ടമെന്റൽ ആണ്, ബേസ് ആണ്. അപ്പൊ ഒരു അഡൾട്ടായി മാറുമ്പോൾ ഈ 6 വയസ്സ് വരെയും കിട്ടിയ ആ ഒരു നറിഷ്മെന്റ്, അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് ഒരു അഡൾട്ടിലേക്കുള്ള അവന്റെ ജേണി കുറെ കൂടെ ഈസി ആക്കും. കൂടുതൽ പൊട്ടൻഷ്യൽ അവൻ എടുക്കാൻ പറ്റും, ബെനിഫിഷ്യൽ ആയിരിക്കും. അവൻ നല്ലൊരു സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ എൻവയോൺമെന്റ് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ പ്ലാൻ ചെയ്യണം. അതിനെ പറ്റി അറിയാവുന്ന ഒരു കാര്യങ്ങളെല്ലാം, കുട്ടികളുടെ രീതികളെല്ലാം അറിയാവുന്ന ഒരാള് തന്നെ ആ ഒരു എൻവയോൺമെന്റ്, ആ ഒരു അഡൾട്ട് ആ രീതിയിൽ തന്നെ എൻവയോൺമെന്റ് പ്ലാൻ ചെയ്യണം. അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നല്ല ഈ എൻവയോൺമെന്റ് പ്ലാൻ ചെയ്യുന്നത്. ഒരു കുട്ടി ആ ഒരു എൻവയോൺമെന്റിലാണെങ്കിൽ എങ്ങനെ, നമുക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് ഉണ്ട്, നമ്മൾ അത് വെച്ച് പ്രാക്ടിക്കൽസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു അഡൾട്ട് എന്ന രീതിയിലല്ല നമ്മൾ അത് ചെയ്യുന്നത്. അഡീഷൻ നമുക്കറിയാം, നമുക്ക് അഡീഷൻ നല്ലപോലെ അറിയാം, നമുക്ക് മിസ്റ്റേക്ക് ഒന്നും വരില്ല എന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ട്. ബട്ട് ഒരു കുട്ടി ചെയ്യുമ്പോൾ ഹൗ ഇറ്റ് ഹാപ്പൻ, ആ ഒരു രീതിയിൽ വേണം ഓരോ മെറ്റീരിയൽസും എടുത്ത് നിങ്ങൾ ചെയ്യാൻ. അതുകൊണ്ടാണ് പലപ്പോഴും സെൻസസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചില ആക്ടിവിറ്റീസ് എല്ലാം ബ്ലൈൻഡ് ഫോൾഡ് ചെയ്താണ് നമ്മൾ ക്ലാസ് റൂമിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. കണ്ണടച്ചിട്ടാണ് ചിലതെല്ലാം നമുക്ക് സെൻസ് ചെയ്യാനായിട്ട്, ലൈക്ക് ടച്ച് ചെയ്തറിയണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു 4 or 5 ബോർഡ് വെച്ചിരിക്കുന്നു. ബോർഡെല്ലാം കണ്ടാൽ ഒരുപോലെ ഇരിക്കും, നമുക്ക് ഡിഫറൻസ് മനസ്സിലാവില്ല. പക്ഷെ അതിന്റെ ടെക്സ്ചർ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ടച്ച് ചെയ്താലാണ് ടെക്സ്ചർ മനസ്സിലാവുള്ളൂ, അല്ലെ? സോ അങ്ങനെ വരുമ്പോ ഏറ്റവും നല്ലത് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ടച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും, അല്ലെ? ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാര് അവർക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ടാവും. എന്റെ കസിൻ കീബോർഡ് പഠിപ്പിക്കുന്നതായിരുന്നു, ആള് പിന്നെ മരിച്ചുപോയി. അപ്പൊ കസിൻ ബ്രദർ ഇതുപോലെ കുട്ടികളെല്ലാം കീബോർഡ് പഠിപ്പിക്കും. അപ്പൊ ആദ്യമായിട്ടൊരു ചലഞ്ചിങ് ആയിട്ടൊരു പ്രോജക്ട് കിട്ടിയതായിരുന്നു ആലുവ അടുത്തുള്ള ഒരു ബ്ലൈൻഡ് സ്കൂളിലെ കുട്ടികളെ കീബോർഡ് പഠിപ്പിക്കുക എന്നുള്ളത്. ബട്ട് കസിന്റെ ഫീഡ്ബാക്ക് ആയിരുന്നു ഭയങ്കര നമുക്കെല്ലാം തോട്ട് പ്രോവോക്കിംഗ് ആയിട്ട് തോന്നിയത്. കസിൻ പറയാ, നോർമലി ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിനേക്കാളും പകുതിയിൽ കുറവ് ടൈമാണ് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ കീബോർഡ് പഠിപ്പിക്കാൻ എടുത്തത്. അവർ ബ്ലൈൻഡ് ആണ്, അപ്പൊ അവരുടെ കോൺസെൻട്രേഷൻ അവര് ഓഡിറ്ററി സെൻസിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. അവരുടെ പവർ അതാ, അവർ കേട്ട് പലതും മനസ്സിലാക്കുന്നു, ടച്ച് ചെയ്ത് മനസ്സിലാക്കുന്നു. കീബോർഡിൽ എന്താ, കീസ് ടച്ച് ചെയ്യുകയും വേണം, അതിൽ നിന്ന് വരുന്ന മ്യൂസിക് നോട്ട് കേൾക്കുകയും വേണം. സോ അതിനനുസരിച്ച് അപ്പം അവര് മറ്റു കുട്ടികൾ ഒരു 10 hours കൊണ്ട് ചെയ്യുന്നത് അവരൊരു 3-4 hours കൊണ്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അവരുടെ മ്യൂസിക് കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ അതുപോലെ നമ്മളും ഈ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളാണെന്ന് ആ രീതിയിലേക്ക് മാറിയിട്ട് നമ്മളിത് ചെയ്യാൻ തുടങ്ങണം. അപ്പൊ നിങ്ങൾക്ക് അതിനൊരു പ്ലാറ്റ്ഫോം ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് അതിലേക്ക് പിന്നെ വരാം. അപ്പൊ ആ ഒരു കാര്യം വരും. അപ്പൊ ഈ കുട്ടികൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് തന്നെയായിരിക്കണം. അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡായിട്ട് ഒരു പാർട്ടിസിപ്പന്റ്, അവരുടെ ആ ഒരു എൻവയോൺമെന്റിനകത്ത് ഒരു പാർട്ടിസിപ്പന്റ് ആണ് അഡൾട്ട്. കാരണം സംടൈംസ് ദിസ് കിഡ്സ് നീഡ് സപ്പോർട്ട് ഫ്രം അസ്. സപ്പോർട്ടാണ്, നമ്മൾ അവരെ പോയി കറക്റ്റ് ചെയ്യോ ജഡ്ജ് ചെയ്യോ ഒന്നുമല്ല.
ചില സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളുടെ വീട്ടിലെ കുട്ടികളാണെങ്കിലും അവരിരുന്ന് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അവർക്ക് വേണമെങ്കിൽ അവരൊന്നില്ലെങ്കിൽ നമ്മളെ അടുത്തുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് നോക്കും അല്ലെങ്കിൽ വിളിക്കും. ആ സമയത്താണ് ഇന്റർവെൻഷൻ നടത്തേണ്ടത്. അല്ലാണ്ട് കുട്ടി ഇരുന്ന് ഇപ്പം നമ്പേഴ്സ് കൗണ്ട് ചെയ്യാന്ന് വിചാരിച്ചു, കുട്ടി 2 എന്നുള്ള കൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് കാർഡ്സ് ഉണ്ട്, അതായത് നമ്പർ എഴുതിയിട്ടുള്ള കുറെ കാർഡ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ അതിന് ബീഡ്സ് ഉണ്ടാകും. അപ്പൊ ആക്ടിവിറ്റി ഇതാണ്, കാർഡ് വെക്കുന്നു. ഇപ്പൊ 2 എന്നൊരു കാർഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി ഇതിനകത്ത് എത്രയാ 2 ബീഡ് അതിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കണം അല്ലെ. അപ്പൊ കുട്ടി അത് മിസ്റ്റേക്ക് ആയിട്ട് ചെയ്യുവാന്ന് വിചാരിച്ചു, കുട്ടി 2ന് പകരം 4 വെച്ചു. അപ്പൊ കുട്ടിക്ക് നമ്പർ ഫെമിലറൈസേഷൻ ആയിട്ടില്ല, അല്ലെങ്കിൽ കൗണ്ടിങ് ശരിയായിട്ടില്ല. അപ്പം പല പ്രാവശ്യം കുട്ടി ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമുക്ക് പോയി ഇന്റർവ്യൂ ചെയ്യാം. പക്ഷെ അതിന്റെ അർത്ഥം ഈ ചെയ്തത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമ്മൾ ആദ്യം ഒരു ഡെമോ കാണിച്ചു കൊടുക്കണം. നമ്മൾ 1 തുടങ്ങി 10 വരെയുള്ള കാർഡ്സ് വെക്കുക. 1ന് താഴെ ഒരു ബീഡ്, 2ന് താഴെ 2 ബീഡ്സ്, അങ്ങനെ 10 വരെ നമ്മൾ വെച്ച് കാണിക്കുക. ദാറ്റ് ഈസ് ഓൺലി ഡെമോൺസ്ട്രേഷൻ. വി ആർ ഷോയിങ് ദം ആൻഡ് വി ആർ നോട്ട് കറക്റ്റിംഗ് ദം. കുട്ടി പിന്നെ തന്നെ ചെയ്യും. അങ്ങനെ കൺട്രോൾ ഓഫ് എറർ തന്നെ വരികയാണ് ചെയ്യണത്. ഓക്കെ, സോ അപ്പൊ അങ്ങനെയുള്ള മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടി എങ്ങനെ ഹെൽപ്ഫുൾ ആക്കുന്നു എന്നുള്ളത് ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും ഇവിടെ വരെ ആരെങ്കിലും റീഡ് ചെയ്തു കേട്ടോ. And you can share your experience when you went for teaching practice. Teaching practice നിങ്ങൾ പോയപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതും നിങ്ങൾക്ക് പറയാം. നിങ്ങളോട് ഒബ്സർവേഷൻ ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനാലിസിസ് പോയവരോടാണ് ടീച്ചിങ് മാനുവൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു ആക്ടിവിറ്റി കൊടുത്തപ്പോ കുട്ടികളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് അതായത് ഇപ്പൊ ഞാനാണ് പോകുന്നെങ്കിൽ എന്റെ കണ്ണിലൂടെ ഞാൻ കാണേണ്ടത് ആണ് ഞാൻ എഴുതി വെക്കേണ്ടത്. ഓക്കെ, you people can share also. Okay, please. In the Montessori environment, the child must be helped in his development by the following methods. He must be aided towards freedom through his environment. He should be given activities that prompt independence. He should not be helped by others in acts he can perform for himself. He should be taught self-help skills like buttoning, zipping, putting on the shoes, and other activities that aid him towards freedom. All material and furniture should be of the exact size for children. This will give children the power over the materials. The furniture should be of the child's height. As everything suits the child, he feels secure and loved. The child must be helped in developing discipline by giving him chances for constructive work. The child must be helped in developing a clear understanding of good and evil. The first idea that the child must acquire in order to be actively disciplined in that of the difference between good and evil. The Montessori design environment. Okay, thank you. Okay, ഞാൻ ഇത് വായിച്ചപ്പോ ഞാനൊരു കാര്യം നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കേരളത്തിൽ മുഴുവനും, അപ്പൊ നമ്മൾ കേരളമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ച് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്, പല ജില്ലകളിലുമുള്ള മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. വോളണ്ടറി സർവീസ് ആണ് കേട്ടോ. വോളണ്ടറി എന്നുള്ള രീതിയിലാണ് ആദ്യം ചെയ്യുന്നത്. അതായത് ഇപ്പൊ പല ഇഷ്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് പ്രിൻസിപ്പളിനെ ത്രെട്ടൻ ചെയ്യുന്നത്, കുട്ടി കൊല്ലുമെന്ന് ഭീഷണി മുഴക്കണു, പിന്നെ പോലീസുകാരനെ അടിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പലതും കുട്ടികളുടെ സൈഡിൽ നിന്ന് കാണുന്നുണ്ട്. അത് ഇവരുടെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇമോഷണൽ ഇംബാലൻസ് ആണ് ആ കാണിക്കുന്നത്. അപ്പോ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് സെഷൻ, അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് 3 ലെവലിൽ അത് പോകുന്നത്. കുട്ടികൾക്ക്, പാരന്റ്സിന്, ടീച്ചേഴ്സിന്, ഈ 3 ലെവലിലും നമ്മൾ ഒരു അവയർനെസ്, ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പും ഉണ്ടായിരിക്കും. ആ രീതിയിൽ ചെയ്യാം. കുട്ടികൾക്ക് എന്തോ എവിടെയോ നഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത്. അവരുടെ ചൈൽഡ്ഹുഡിൽ എന്തോ അവർക്ക് ഇല്ലാണ്ടാവുന്നുണ്ട്. എന്താ പറയുവാണെങ്കിൽ അച്ഛനും അമ്മയുമാണ് ശരിക്കും അവർക്ക് പാഠപുസ്തകം അല്ലെ. അച്ഛനും അമ്മയും പരസ്പരം കരുതലോടെ പെരുമാറുന്നതും ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും കണ്ടു വളരുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അവന്റെ അപ്പൊ ചെറുപ്പം തുടങ്ങിയ അതിങ്ങനെ ഫീഡായിരിക്കുക. സോ അവനറിയാം സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതും എല്ലാം അവൻ അവിടെ വീട്ടിൽ നിന്ന് ആദ്യം പഠിക്കുക. കാരണം 0 to 3 years എന്ന് പറഞ്ഞാൽ അവര് വീടെന്നുള്ള എൻവയോൺമെന്റിലാണ് അവര് മോൾഡ് ചെയ്ത് വരുന്നത്. അവിടെ നിന്ന് അവർക്ക് പലതും നഷ്ടമാകുന്നുണ്ടാകും. സൊസൈറ്റിയിൽ വരുമ്പോഴും അവരുടെ ചൈൽഡ്ഹുഡിലെ പലതും അവർക്ക്
നഷ്ടപ്പെടുന്നുണ്ട്. സ്കൂളുകളിലും ഇതുപോലെ തന്നെ എന്തെങ്കിലും ട്രോമ അവർക്ക് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇവര് അഡോളസൻസിൽ വരുമ്പോൾ ഈ ട്രോമ എല്ലാം കൂടെ വന്നിട്ട് ഇവരെ ഹോണ്ട് ചെയ്ത് ഇവരുടെ പെരുമാറ്റം ഭയങ്കര ഒരു വയലന്റ് നേച്ചർ, അജിറ്റേറ്റിംഗ് ആയിട്ട് മാറുന്നത്. സോ അങ്ങനെ കുഞ്ഞുങ്ങളിൽ നമ്മൾക്ക് ഒരു ഇന്റർവെൻഷൻ നടത്താനായിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോ ഡെഫിനറ്റ്ലി നിങ്ങളുടെയൊക്കെ ഡിസ്ട്രിക്റ്റിൽ വരുമ്പോൾ ഐ തിങ്ക് ഐ ക്യാൻ ഇൻഫോം യു. ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ആകാം. അടുത്തുള്ള സ്കൂളുകളൊക്കെയാണ് ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഒബ്സർവർ ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ കുറച്ചൊരു ഏതെങ്കിലും ഒരു കുടുംബ യൂണിറ്റിൽ പോയി പ്രസന്റ് ചെയ്യാനൊക്കെ പറ്റുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ചെറിയൊരു സൊസൈറ്റിയിൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെ കുറെ പേര് പല പല സൊസൈറ്റിയിൽ കൊടുത്തു കഴിയുമ്പോഴേക്കും അതൊരു ഹോൾ ഒരു വലിയൊരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ വലിയൊരു റെസിഡൻസ് ഏരിയയുടെ അവിടെ ഒരു അവയർനെസ് കിട്ടുന്നതാണല്ലോ. കാരണം പാരന്റ്സ് ഇപ്പൊ ഒത്തിരി കൺസേൺഡ് ആണ് കുട്ടികളുടെ ഈ മാറ്റത്തില്, അവര് ടെൻഷനിലാണ്. ടീച്ചേഴ്സും അതുപോലെ തന്നെ പരസ്പരം ബ്ലെയിം ചെയ്യുന്നതല്ലാതെ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ആരും റെഡിയാവുന്നില്ല. നമ്മൾ ഈ പറഞ്ഞു വരുന്നതെല്ലാം അതാണ്. അവരുടെ ആ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിൽ അവർക്ക് തടസ്സമാകുന്ന രീതിയിൽ, അത് മെന്റൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഗ്രൂം ചെയ്ത് വരേണ്ടതാണ്. അത് നാച്ചുറൽ ആയിട്ട് വരണം. അവിടെ അത് മുരടിപ്പിക്കുന്ന രീതിയിൽ പലതും സംഭവിക്കുമ്പോൾ ദാറ്റ് വിൽ അഫക്ട് ദെയർ പേഴ്സണാലിറ്റി. അത് അവരുടെ പേഴ്സണാലിറ്റിയെ തന്നെ അഫക്ട് ചെയ്യും. സോ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം അത് തന്നെയാണ്. അന്ന് ആ ഒരു 19-ാം നൂറ്റാണ്ടിലും മറിയാം മോണ്ടിസോറി ശരിക്കും അവർക്കൊരു ഇൻസൈറ്റ് അല്ലെങ്കിൽ അവര് ബിയോണ്ട് ജനറേഷൻ അവര് തിങ്ക് ചെയ്തു. അവർ അന്നേ ഇതെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചു. അവര് ഇതുപോലെ വേൾഡ് വാറിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അവരുടെ ഇൻട്രസ്റ്റ് അതായിരുന്നു കുട്ടികളുടെ ഗ്രോത്തിലും ഡെവലപ്മെന്റിലും ആയിരുന്നു. ഇപ്പൊ ഫ്രീഡം, ഈ ഒരു എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം എന്നാണ് പറയുന്നത്. ആക്ടിവിറ്റീസ്, അവന്റെ ആ ഇൻഡിപെൻഡൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവൻ പലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യരുത്. ദാറ്റ് മീൻസ് ആ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവൻ അവന്റെ മാക്സിമം എഫേർട്ട് എടുക്കില്ല, പൊട്ടൻഷ്യൽ മുന്നോട്ട് കൊണ്ടുവരില്ല. ഏതോ ഒരു വീഡിയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു കുട്ടി നടക്കുന്നു, അപ്പൊ വീഴുമ്പോ പുറകിൽ അച്ഛൻ നടന്നു വരുന്നുണ്ട്, വീഴുമ്പോഴേക്കും തിരിഞ്ഞു നോക്കി അവിടെ ഇരിക്കും, തിരിഞ്ഞു നോക്കും. അച്ഛൻ വരുന്നുണ്ടല്ലോ, എന്നെ എടുക്കും എന്നൊരു പ്രതീക്ഷയാണ് കുഞ്ഞിന്. പക്ഷെ അച്ഛൻ എന്ത് ചെയ്യും, കുഞ്ഞിനെ എടുക്കാതെ അവനെ ക്രോസ് ചെയ്തു പോകും. അവന് മനസ്സിലായി ഞാൻ തന്നെ എണീക്കണമെന്ന്. അങ്ങനെ തന്നെ എണീറ്റ് അച്ഛന്റെ ഒപ്പം എത്തുന്നു. സോ അതൊക്കെ ഈ ഒരു മെസ്സേജ് ആണ്. അവന്റെ ആ ഒരു ഡെവലപ്മെന്റിന് തടസ്സം അവ എടുത്ത് കയ്യിൽ വെച്ചിരുന്ന അവിടെ കഴിഞ്ഞു. പക്ഷെ അതേസമയം നമ്മൾ എടുക്കാതിരുന്നപ്പോ വീണെടുത്തുനിന്ന് തന്നെ എണീറ്റ് അത് നടന്നു പോകുന്ന ഒരിത്. ബട്ട് നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്, അവർക്കൊന്നും പറ്റിയില്ല എന്ന ബോധ്യം വന്നതുകൊണ്ടാണ് ആ ഒരു ഫാദർ അങ്ങനെ നടന്നു പോകുന്നത്. അതുപോലെ ലൈഫ് സ്കിൽസ് ആണ് ശരിക്കും നമ്മളും ഇവിടെ ചെയ്യാൻ പോകുന്നത്, ലൈഫ് സ്കിൽസ് ആണ്. അപ്പൊ എനിക്ക് അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വി പീപ്പിൾ ക്യാൻ കോൺട്രിബ്യൂട്ട് മെനി ടു ദാറ്റ്. ആ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾക്ക് കുറെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് ഓരോ ഏജിലും കൊടുക്കേണ്ട ലൈഫ് സ്കിൽസ് എന്താണ്. അവരുടെ ഡ്രസ്സ് ഇടാനായിട്ട് അവർക്ക് ബട്ടണിങ്, നിങ്ങളെ ബട്ടണിങ് ഫ്രെയിം ഒക്കെ ഞാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപർണ മാം പറഞ്ഞിരുന്നു. ശരി, അപ്പൊ പിന്നെ കുഴപ്പമില്ല. സിപ്പിങ്, തന്നെ സിപ്പ് ഇടുക. അതുപോലെ കാരണം അവരൊരു 1 year ഒക്കെ ആവുമ്പോ തന്നെ അവരങ്ങോട്ട് ഇൻഡിപെൻഡന്റ് ആകാനായിട്ടുള്ള ഒരു ഭയങ്കര ഒരു വ്യഗ്രതയാണ് കുട്ടികൾക്ക്. ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവര് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. സോ ആ സമയത്ത് തന്നെ നമ്മൾ ഈ ആ ഒരു ഓരോ ഏജിനനുസരിച്ച് ഓരോ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കണം. നമ്മുടെ കിച്ചൺ തന്നെയാണ് ഏറ്റവും നല്ല പ്രാക്ടിക്കൽ ലാബ് എന്ന് പറയുന്നത്, പ്രാക്ടിക്കൽസ് ചെയ്യാനുള്ളത്. അവിടെ പല ജോലികളും കുട്ടികളെ ചെയ്യിക്കാം. 2 years 3 years ഓരോ ഏജിനനുസരിച്ച് മോപ്പ് ചെയ്യുക, പ്ലേറ്റ് ക്ലീൻ ചെയ്തത് വയ്ക്കേണ്ട സ്ഥലം കാണിച്ചു കൊടുക്കുക, അത് വെക്കുക, കണ്ടെയ്നറിലേക്ക് ഓരോന്നും ഫില്ല് ചെയ്യാനായിട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടി അങ്ങനെ കൊണ്ട് അവിടെ പതുക്കെ ടേബിളിന്റെ ഭാഗമൊക്കെ തുടയ്ക്കാനും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാം. അങ്ങനെ ലൈഫ് സ്കിൽസ് നമ്മള് വീട്ടിൽ നിന്ന് തന്നെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യണം ഇതുപോലെ തന്നെ. സോ അങ്ങനെ അവർ ഓരോ കാര്യങ്ങളും തന്നെ ചെയ്യാനായിട്ട് തുടങ്ങും. സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഷൂ റാക്കിൽ വെക്കാനും ക്ലീൻ ചെയ്ത് വെക്കാനും എല്ലാം അവർ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങും. ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലെ മെറ്റീരിയൽസും ഫർണിച്ചറും എല്ലാം എക്സാക്ട്ലി ചിൽഡ്രൻ സൈസിലുള്ളതാണ്, കുട്ടികൾക്ക് പറ്റുന്ന ആ ഒരു സൈസിലുള്ളതാണ്. ഇതാവുമ്പോൾ അവർക്കൊരു കൺട്രോൾ, കുട്ടികൾക്കൊരു കൺട്രോൾ കിട്ടും.
അല്ലാതെ വേറൊരാളുടെ ഹെൽപ്പ് വേണ്ടി വരില്ല. ഷെൽഫിൽ നിന്നും അവർക്ക് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ എടുക്കാനായിട്ട് അവർക്ക് തന്നെ പോയി എടുക്കാം. പിന്നെ എല്ലാം ഓപ്പൺ ഷെൽഫുകളായിരിക്കും. നേരത്തെ മറിയ മോണ്ടിസോറി നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കാൻഡിഡ എന്ന് പറഞ്ഞ ഒരു ഫെസിലിറ്റേറ്റർ ഒരു ദിവസം അവരറിയാതെ, ഞാൻ പറഞ്ഞിരുന്നോ ആ ഒരു കഥ? പറഞ്ഞിട്ടുണ്ട്. അന്ന് ക്ലോസ്ഡ് ഷെൽഫ് ആയിരുന്നു. ആ ഒരു ഇൻസിഡന്റ് ആക്സിഡന്റലി സംഭവിച്ചപ്പോഴാണ് പിന്നെ അത് എല്ലാം ഓപ്പൺ ഷെൽഫാക്കി എല്ലാത്തിന്റെ സൈസ് കുറച്ചു, കുട്ടികൾക്ക് തന്നെ എടുക്കാവുന്ന രീതിയിൽ, അങ്ങനെ എല്ലാം കുട്ടികൾക്ക് സ്യൂട്ട് ആവുന്ന രീതിയിൽ ചെയ്തു. ഞാൻ ആ മോണ്ടിസോറി സ്കൂളിൽ പോയപ്പോൾ നോർമലി ഉള്ള കുട്ടികളെക്കാളും ചെറിയൊരു മോനുണ്ടായിരുന്നു, പക്ഷെ ഏജ് കൂടുതലാണ്. അവന് ഹൈറ്റും വെയിറ്റും സൈസും വളരെ കുറവാണ്, പക്ഷെ ഏജ് ഉണ്ട്. പ്രിമച്വർ ബേബി ആണെന്നാണ് അവിടെ ഇങ്ങനെ പറഞ്ഞത്. ആ കുട്ടിക്ക് ചില സമയത്ത് എത്തില്ല. അപ്പൊ അവന് വേണ്ടിയിട്ട് അവിടെ പ്രത്യേകം ഒരു സ്റ്റൂള് അതിന്റെ മുകളിൽ കയറി നിന്ന് ഈ ഷെൽഫിൽ നിന്ന് മെറ്റീരിയൽ തന്നെ എടുക്കാനായിട്ട് ആ രീതിയിൽ അവന് വേണ്ടിയിട്ട് സ്റ്റൂൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് അവർ തന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് സെക്യൂർ ഫീലിങ്ങും ആ ഒരു രീതിയിൽ ഇഷ്ടപ്പെടും. ഈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്നും പറഞ്ഞിട്ട് മോണ്ടിസോറി എൻവയോൺമെന്റ് ഒരു ഏരിയ ഉണ്ട്. കിച്ചൺ തന്നെയാണ്, അവിടെ വാട്ടർ പോറിങ്ങും അങ്ങനെ കുറെ കാര്യങ്ങൾ, പാത്രങ്ങളെല്ലാം ഉണ്ട്. ഈ പാത്രങ്ങളെല്ലാം നാച്ചുറൽ, അതായത് ഗ്ലാസ്, വുഡൻ ട്രേ അതൊക്കെയാണ് ഉള്ളത്. സെറാമിക് പ്ലേറ്റ്സ് അതൊക്കെയാണ്. അപ്പൊ താഴെ വീണ പൊട്ടിപ്പോകും. സോ ദേ നോ ദാറ്റ് താഴെ വീണ പൊട്ടിപ്പോവും. സോ ഐ ഹാവ് ടു ടേക്ക് കെയർ എന്നുള്ള ഫീല് അവരിൽ ആദ്യം വരിക. നമ്മള് വീട്ടിലെന്താ ചെയ്യുന്നത്? കുട്ടിയെ കൊണ്ട് ആ പ്ലേറ്റ് ഇടിപ്പിക്കില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ വേസ്റ്റ് കൊണ്ടുവന്ന് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് പ്ലേറ്റ് കഴുകൂ എന്നൊരു 5 വയസ്സുകാരനോട് നമ്മൾ പറയില്ല. കാരണം അവന്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് താഴെ വീണ് പൊട്ടിപ്പോകും. നമ്മൾ ആദ്യം ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ നോ ഹൗ ടു ഹാൻഡിൽ ദാറ്റ്. അവര് വളരെ സൂക്ഷിച്ചത് കൊണ്ടുപോകും, അവരത് കഴുകും, സൂക്ഷിച്ചു വെക്കും. കാരണം ഇത് പൊട്ടുന്നതാണ്. സോ എന്റെ മാക്സിമം എഫേർട്ട് എടുക്കണം ഇത് ഇന്നെ സൂക്ഷിച്ചു കൊണ്ടുപോകാന്നുള്ള ഫീല് അവർക്ക് ആദ്യം കിട്ടും. നമ്മള് അരുത് അരുത് അരുതെന്ന് പറഞ്ഞ് വെക്കും, കുട്ടി അത് ചെയ്യാതാവും. അങ്ങനെ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നു. കാരണം ഇവർക്ക് ഓരോ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഇവര് ശ്രദ്ധിച്ച് ആ ഒരു എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇത് നല്ല രീതിയിൽ ചെയ്യാന്നുള്ളത് ചെയ്യുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലായിട്ട് അവന്റെ ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നത്, അല്ല ഒബീഡിയൻസ് വരുന്നു. അങ്ങനെ ഓരോ വർക്കും അവര് ഡിസിപ്ലിനോട് ചെയ്തു വരുമ്പോൾ പിന്നെ ഒബീഡിയൻസ്, അനുസരണാശീലം അങ്ങനെ തന്നെ കുട്ടികളിൽ വരികയാണ് ചെയ്യുന്നത്. ഇവരെ വഴക്ക് പറഞ്ഞ് പേടിപ്പിച്ച് തല്ലിയൊക്കെയാണല്ലോ നമ്മൾ ഓരോന്ന് നിർബന്ധിച്ച് ചെയ്യിക്കും. സോ അതല്ല വേണ്ടത്, ഇറ്റ് വിൽ കം ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അങ്ങനെ ഗുഡ് ഈവിൾ നമ്മൾ പറഞ്ഞു കൊടുക്കല്ല. നീ സത്യം പറയണം, കള്ളം പറയരുത്, ഇതാണ് നല്ലത്, ഇതാണ് ചീത്ത എന്ന് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നില്ല, നമ്മൾ അങ്ങനെ വേർതിരിച്ചു കൊടുക്കുന്നില്ല. പക്ഷെ ഈ ഒരു എൻവയോൺമെന്റില് ഇതെല്ലാം കുട്ടി മനസ്സിലാക്കുകയാണ്, വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് നോട്ട് ഗുഡ് എന്നുള്ള രീതിയിൽ. അപ്പൊ അത് ഈ ഒരു എൻവയോൺമെന്റിൽ നിന്നാണ് ഗുഡ് ഈവിൾ അവര് മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള ക്ലാസ് റൂംസ് എല്ലാം സ്പെഷ്യലി ഡിസൈൻ ക്ലാസ് റൂം ആയിരിക്കും. മെറ്റീരിയൽസും അതുപോലെ തന്നെ അവിടെ നമ്മൾ പ്രിൻസിപ്പൽ എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഡയറക്ട്രസ് ആണ്. ലേഡി ആയതുകൊണ്ടാണ് ഡയറക്ട്രസ് എന്ന് പറയുന്നത്. ഞാൻ ടീച്ചിങ് പ്രാക്ടീസുമായ മോണ്ടിസോറി സ്കൂളിൽ സാർ ആയിരുന്നു കേട്ടോ ഡയറക്ടർ. ശരിക്കും മാം ആണ്. മാം ഒരു ചൈനക്കാരിയാണ്. പുള്ളിക്കാരി സിംഗപ്പൂരിലാണ് മക്കളുടെ കൂടെ ഇടയ്ക്കേ വരുള്ളൂ, ഒരു വിസിറ്റ് പോലെ ചെയ്യാറുള്ളൂ. ആ സമയത്ത് അവരാണ് പവർ. സോ അല്ലാത്ത സമയത്താണ് സാർ അത് ഏറ്റെടുത്തിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. പ്രിപ്പയർഡ് എൻവയോൺമെന്റില് ഒരു ബേസിക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഇത് ഒബ്ജക്ട്സും തിങ്സും എല്ലാം ആ ഒരു എൻവയോൺമെന്റിൽ എന്തെല്ലാമാണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇവർക്ക് എന്തെല്ലാമാണ് കിട്ടുന്നത്. ഫ്രീഡം, പിന്നെ ഒരു സ്ട്രക്ചർ ആൻഡ് ഓർഡർ, റിയാലിറ്റി ആൻഡ് നേച്ചർ. അവിടെയുള്ള എല്ലാ മെറ്റീരിയൽസും റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്, നാച്ചുറൽ ആയിട്ടുള്ളതാണ്. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്, ബ്യൂട്ടി ആൻഡ് അറ്റ്മോസ്ഫിയർ. പിന്നെ മോണ്ടിസോറി മെറ്റീരിയൽ. അങ്ങനെ ഇതിലൂടെ എല്ലാം ഇവർ കടന്ന് ഓരോ പ്രോസസ്, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴേക്കും കമ്മ്യൂണിറ്റി ലൈഫിലേക്ക്, അവരൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ ആ ഒരു രീതിയിലുള്ള ഡെവലപ്മെന്റ്, ആ രീതിയിലുള്ള ഒരു കുഞ്ഞായിട്ട് ഒരു മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിലെ ഫസ്റ്റ് എലമെന്റ് എന്നുള്ള രീതിയിൽ ഫ്രീഡം ആണ് പറയുന്നത്. ഓൾവേസ് റിമെമ്പർ, ഭയങ്കര ഫ്രീഡം കൊടുക്കുക എന്നുള്ളതല്ല, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, എന്റെ സ്വാതന്ത്ര്യം. അങ്ങനെയാണോ?
ഫ്രീഡം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? മോണ്ടിസോറി ആയിട്ട് കണക്ട് ചെയ്യേണ്ട ജനറലി വാട്ട് ഇസ് മെൻ ബൈ ഫ്രീഡം ടു യു? മറ്റുള്ളവർക്ക് ഉപദ്രവമല്ലാത്ത രീതിയിൽ നമ്മുടെ ഇത് ചെയ്യുന്നതാണ് ഫ്രീഡം. നമ്മുടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്രീഡം ആയിരിക്കരുത്, അല്ലെ? അത് എന്ത് കാര്യം സംസാരിക്കുമ്പോഴാണെങ്കിലും എന്ത് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് വളരെ മോശമായി സംസാരിക്കുന്നത് ഫ്രീഡം അല്ലല്ലോ. അത് വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരമാണെങ്കിൽ അതിനെ ഫ്രീഡം എന്ന് വിളിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ആക്ടിവിറ്റീസ് ചെയ്യുക അതും ഫ്രീഡം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതല്ല ഫ്രീഡം, നമ്മൾ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഫ്രീഡം എന്ന് ഒരു ഡെഫിനേഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ഫ്രീഡം നമുക്ക് എത്രത്തോളം ഇവിടം വരെ വായിക്കണേ. ഫ്രീഡത്തിന്റെ ഓൾമോസ്റ്റ് മോണ്ടിസോറി മെത്തേഡും കണ്ടന്റ്സും എല്ലാം മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഓരോരോ പാരഗ്രാഫിന് പകരം നിങ്ങൾക്ക് കണ്ടന്റ് മുഴുവൻ വായിച്ചു പോവാം. ഓക്കെ പ്ലീസ്. എനിക്ക് തൊണ്ടവേദന തന്നെ. ജിഞ്ചർ ടീ പ്ലീസ്. freedom. Every often people think of freedom as doing what we like, which is not the case with authoritative Montessori education. One day, a lady called on Montessori school. She thought that in the school, the children did what they liked, as the school was famous for its freedom. A little boy happily told her that it is not that we do as we like, but we like what we do. This is a brilliant example of what actual freedom is. Freedom in the Montessori classroom means free to do what is right. The child and the teacher work in combination in a designed environment to construct a community. The child learns to respect the rules. Choice is given for the child to select his own activity. The after effect of this freedom is self-discipline, concentration, individuality, and a social interaction. Freedom is important for two reasons. First, it is only an atmosphere of freedom that the child can disclose himself to us. Since the teacher is to help the child psychic development, the teacher should have the opportunity to watch the children in a free and open environment. Second, if the child owns within himself the pattern for his own development, this inner guide must be permitted to direct the child's growth. Montessori described a classroom that had gained her concept of freedom as a room in which all the children move about usefully, intelligently, and voluntarily without committing any rough and rules acts. ഓക്കെ, സോ എന്താ പറഞ്ഞത്? ഡൂയിങ് വാട്ട് വി ലൈക്ക്, അതാണ് ഫ്രീഡം എന്നാണ് ആളുകളുടെ ഒരു ധാരണ. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ദ കേസ്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ഒരു ലേഡി, മോണ്ടിസോറി സ്കൂൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാ ഫ്രീഡം കൊടുക്കുന്നു എന്നാണല്ലോ ഒരു കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെ വിചാരിച്ചാണ് ആ ലേഡി അവിടെ വരുന്നതും. അവരങ്ങനെ വിചാരിച്ച് സംസാരിക്കുമ്പോൾ ഒരു കുട്ടി പറയുവാണ്, ഹാപ്പിലി ടോൾഡ് ഹെർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് വി ഡു ആസ് വി ലൈക്ക്. ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതല്ല, ബട്ട് വി ലൈക്ക് വാട്ട് വി ഡു. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഇതൊരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡത്തിന്. മോണ്ടിസോറി ക്ലാസ് റൂം ഫ്രീ ടു ഡു വാട്ട് ഈസ് റൈറ്റ്. അതാണ് എന്താണ് ശരിയായിട്ടുള്ളത് അത് ചെയ്യുക. ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞ നെക്സ്റ്റ് ഇരിക്കുന്ന കുട്ടിയെ പിടിച്ച് തള്ളു, അതൊന്നും മോണ്ടിസോറി എൻവയോൺമെന്റ് നടക്കില്ല. അജിറ്റേറ്റഡ് ആയിട്ടും വയലന്റ് ആയിട്ടും ഒക്കെ ഉള്ള കുട്ടികൾ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എടുത്തു അല്ലെ, അതിലുണ്ട് സൈലന്റ് ആയിട്ട് ഒന്നിനും ആക്റ്റീവ് അല്ലാതിരിക്കുന്ന കുട്ടിയുണ്ട്, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അജിറ്റേറ്റഡ് ആയിട്ടും വയലന്റ് ആയിട്ടുള്ളത്, മറ്റുള്ള കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. സോ അവരെ നോർമലൈസ്ഡ് എന്നുള്ളതിലേക്ക് മാറ്റുകയാണ്. മറിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ നോർമലൈസ്ഡ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് എന്നോ ആ രീതിയല്ല, എല്ലാത്തിലും ടോപ്പ്, എല്ലാം ആക്ടിവിറ്റി ചെയ്യുന്നു, അത് അല്ല നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അവൻ ചെയ്യേണ്ട കാര്യം വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യാതെ അവൻ ഇരുന്ന് ചെയ്യുന്നു, റൈറ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഒരാളെ ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ അവന് പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ആ എൻവയോൺമെന്റിൽ അത് നടക്കുന്നു.
അതാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ആ കുട്ടിയാണ് നോർമലൈസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കുട്ടിയും ടീച്ചറും കൂടെ ഒരുമിച്ചിരുന്നായിരിക്കും ഇവിടെ ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോ വരുന്ന ഒരു മോണ്ടിസോറി സ്കൂളിൽ ചെറിയൊരു മോനുണ്ടായിരുന്നു, 2.5 വയസ്സാവണേ ഉള്ളൂ. അപ്പൊ അവർക്ക് കൊച്ചിനെ കൊണ്ട് നോക്കണം എന്നുള്ളത് കാരണം സ്പെഷ്യൽ പെർമിഷൻ അങ്ങനെ കുട്ടിയെ വെക്കാതെ ഉച്ചവരെ ആ കുട്ടി എന്തെങ്കിലുമൊക്കെ ഗെയിംസ്, അത് കഴിഞ്ഞാൽ ഫുള്ള് ഉറങ്ങുക. അപ്പൊ ഭയങ്കര വാശിയാണ്. ഇവനെ പതുക്കെ ഇങ്ങനെ മെരുക്കിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാ. അവൻ ഒരു ഭാഗത്ത് ഇരിക്കുവാണെങ്കിൽ നമ്മൾ അവന്റെ സൈഡിലേക്ക് ഒരു ബോൾ ഇങ്ങനെ പതുക്കെ ഉരുട്ടി വിടും. അപ്പൊ അവനത് നോക്കിക്കൊണ്ടിരിക്കും. ആദ്യമൊക്കെ തട്ടിക്കളയും, കുറെ കഴിയുമ്പോൾ നമ്മളെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. ഇവൻ തട്ടിക്കളയുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ പതുക്കെ ബോൾ എടുത്ത് നമ്മൾ ചെയ്ത പോലെ അവൻ ചെയ്യും. പിന്നെ അവൻ അങ്ങോട്ട് ഭയങ്കര ഹാപ്പിയാവും. അപ്പം അജിറ്റേറ്റഡ് ആയിട്ടിരുന്ന അവനെ കാമാക്കാനായിട്ട് അങ്ങനെ നമുക്ക് എന്താണോ തോന്നുന്നത് ആ രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യാം. അപ്പം ഈ എല്ലാ സ്കൂളുകളിലും ഉള്ളതുപോലെ തന്നെ ഇവിടെ റൂൾസ് ഉണ്ട്, ബട്ട് സ്ട്രിക്റ്റ് ആയിട്ടല്ലാതെ പറയുന്നത്. അത് ഇവരുടെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് പറയുന്നത്. ഞങ്ങൾ ഇതുപോലെ ക്ലാസ് എടുക്കാനായിട്ട് അഡോളസന്റ് ഗ്രൂപ്പിലും കൗമാരക്കാർക്കിടയിലും യൂത്തിനും ചിലപ്പോൾ സ്കൂളിലല്ലാതെ അവരെ പുറത്ത് അവരുടെ ആ ഒരു ഫാമിലി റെസിഡൻസ് അസോസിയേഷന്റെയോ അങ്ങനെ ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അംഗൻവാടികളുടെ കീഴിലൊക്കെ വരുമ്പോൾ ഇവരൊക്കെ ഈ മൊബൈലുമായിട്ടാണ് വരുന്നത്. കാരണം അവരുടെ ഒരു കൂടപ്പിറപ്പ് എന്നുള്ള രീതിയിൽ പോലെ ആ മൊബൈല് കയ്യിലുണ്ടാവും. ഈ മൊബൈല് മാറ്റി അത് ഡീവിയേറ്റഡ് ആയി പോകുമല്ലോ. മൊബൈല് കയ്യിൽ പിടിച്ച് അവർ ക്ലാസ് എന്നല്ല, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. അപ്പൊ നമ്മൾ പറയും നമുക്ക് 2 റൂൾസ് വെക്കാം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ തുടങ്ങും. അപ്പൊ എന്താന്ന് അവരിങ്ങനെ ശ്രദ്ധിക്കും. അപ്പൊ നിങ്ങൾ പറയും നമ്മളുടെ ഫോൺ എടുത്ത് സൈലന്റ് ആക്കോ സ്വിച്ച് ഓഫോ ചെയ്യും. ഈ റൂൾ എല്ലാവരും ഫോളോ ചെയ്യണം. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അവര് ചിലപ്പോ കൊണ്ടുവന്ന് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കും. നെക്സ്റ്റ് ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ കേൾക്കണം. അഥവാ നിങ്ങൾക്ക് അയാൾ സംസാരിക്കുന്നതിന് താല്പര്യമായില്ല, നിങ്ങൾക്ക് അതിലൊരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് റൈസ് ചെയ്യുക, എന്നിട്ട് സംസാരിക്കാൻ പറയും. അങ്ങനെ റൂൾസ് വെച്ചിട്ട് നമ്മൾ ക്ലാസ് എടുക്കും. അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് 1 hour ക്ലാസ് ആയാലും 2 hour ക്ലാസ് ആണെങ്കിലും അവർ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആകും. അതേസമയം ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ് നമ്മൾ പോയിട്ട് മൊബൈലിൽ സംസാരിക്കുക, നമ്മൾ മൊബൈലിൽ മെസ്സേജ് നോക്കുക, അങ്ങനെ എവറിബഡി ഈസ് ഫോളോയിങ് ദ സെയിം റൂൾ. അവിടെ ഒരു ടീച്ചറിനോ കുട്ടിയെന്നോ അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. ഓൾ ആ സെയിം എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു സെഷൻ പോകുന്നത്. അങ്ങനെയാകുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ അക്സെപ്റ്റഡ് ആകും. അവര് സാധാരണ അവരുടെ ക്ലാസ് റൂമിൽ കാണുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ടീച്ചർ കാണിക്കുന്നത് പോലെയോ അങ്ങനെ ആ രീതിയിൽ അല്ലാതെ വരുമ്പോൾ അതാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ഒരു പ്രത്യേകത. ടീച്ചറിന് അതൊക്കെ നിങ്ങൾ ഫെസിലിറ്റേറ്റർ ആക്കുവാണെങ്കിൽ നല്ലതായിരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റിൽ കേട്ടോ. മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ഒരു പ്രത്യേകത അതാണ്. അവിടെ ടീച്ചർ ഞാൻ വലുതാണ്, ഐ ഹാവ് ദ പവർ എന്നല്ല, അവിടെ എല്ലാവർക്കും പവർ ഉണ്ട്. എല്ലാവർക്കും അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് പവറാണ്. അപ്പൊ ഓരോ കുട്ടിക്കും അവർ ചെയ്യേണ്ട ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം. അപ്പൊ അവന് അങ്ങനെയാവും. അല്ലാതെ നീ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മളൊരു മെറ്റീരിയൽ അവന്റെ കയ്യിൽ കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം. നമുക്ക് ഇന്റർവെൻഷൻ നടത്താം. എപ്പോഴാണെന്നറിയോ? നമ്മൾ പറഞ്ഞു ഇവിടെ 3 വയസ്സ് അല്ലെങ്കിൽ 2.5 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടിയാണ്. അപ്പൊ ഓരോ ഏജിനനുസരിച്ചും പൊട്ടൻഷ്യൽ ഉണ്ടാവും, ഓരോ കുട്ടിക്ക് അനുസരിച്ചും പൊട്ടൻഷ്യൽ വേറെ ആയിരിക്കും. ഒരു പക്ഷേ 4 വയസ്സുകാരനേക്കാളും ഒരു കോൺസെൻട്രേഷൻ ലെവൽ ചിലപ്പോൾ 3 വയസ്സുകാരനുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇവര് മെറ്റീരിയൽസ് ചിലപ്പോൾ ഇവരെന്തെങ്കിലും അതിന്റെ അട്രാക്ഷൻ കണ്ടുപോയി എടുക്കും, പക്ഷെ ഒന്നും ചെയ്യാൻ അറിയാതിരിക്കും. 3 വയസ്സുകാരന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് ഉണ്ട് നമുക്ക്, ബീഡ്സ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. സോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനൊന്നും അറിയില്ല, പക്ഷെ ആ ബോർഡ് കണ്ടിട്ടും ബീഡിന്റെ ഒരു നല്ല ഗ്രീൻ കളറാ ബീഡ്സ്, അതൊക്കെ കാണുമ്പോഴേക്കും അവനൊരു ഇൻട്രസ്റ്റ്. നിറയെ കുഴിയാണ്, കാരണം ഈ വീട് വെക്കാനായിട്ട് കുറെ ഗ്യാപ്സ് ഉണ്ട് നമുക്ക്. അതൊക്കെ കാണുമ്പോൾ ഇൻട്രസ്റ്റ് കൊണ്ട് അവൻ എടുക്കും. പക്ഷെ എടുത്തിട്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഇവനെ അറിയാതെ വരും. കുറെ നേരം തിരിച്ചും മറിച്ചും അതും ഇതും അവിടെ ഇവിടെ ഇട്ട് വരുമ്പോൾ അവന് തന്നെ ഒരു മടുപ്പം. ദാറ്റ് ടൈം വി ക്യാൻ ഇന്റർവ്യൂ. അപ്പൊ അവന് പറ്റിയ, അവന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് അവനെ പറ്റിയത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്ത കാര്യം യു പീപ്പിൾ ക്യാൻ ഷെയർ. ടീച്ചിങ് മാനുവൽ നിർബന്ധമാണോ എന്നൊക്കെ എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചു എന്നോട് ചോദിച്ചു. ടീച്ചിങ് മാനുവല് ഒരു കാര്യവും കമ്പൽസറി മാൻഡേറ്ററി എന്ന് പറയില്ല. ബട്ട് ഈ ടീച്ചിങ് മാനുവൽ നിങ്ങൾ 10 ദിവസം പോയി അല്ലെങ്കിൽ 5 ദിവസം പോയി, 5 ദിവസത്തെ ഓരോ ദിവസവും നിങ്ങളെ കുട്ടികളിൽ കണ്ട മാറ്റങ്ങൾ നിങ്ങൾക്ക് ഒബ്സർവേഷൻ കൂടെ, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ഒബ്സർവേഷൻ.
നമ്മൾ ഇങ്ങനെ കുട്ടികളെ ഒബ്സർവ് ചെയ്തപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടു. അത് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ റെഫറൻസ് ആണ്. അതുകൊണ്ടാണ് മോണ്ടിസോറി മെത്തേഡില് ശരിക്കും ടീച്ചിങ് മാനുവൽ ആണുള്ളത്, ലെസൺ പ്ലാൻ ഇല്ല. ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം നേരത്തെ പ്രിപ്പയർ ചെയ്ത് അല്ലെ. അപ്പൊ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർമാര് സ്കൂളിൽ വെച്ച് എങ്ങനെയാ, അവർ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വരും. ഈ ഒരു പോർഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ആ പോർഷൻ എടുക്കും. ബട്ട് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമുക്ക് എല്ലാ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ ചെല്ലുമ്പോൾ കുട്ടികൾ എന്തിനാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുന്നത് അതിനനുസരിച്ച് അവരെ മാറ്റുക. ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സമയത്ത് ഞങ്ങളവിടെ 4 ഫെസിലിറ്റേറ്റർ ഉണ്ടായിരുന്നു. സാറ് കുട്ടികളെ 4 ഗ്രൂപ്പ് ആക്കും. അത് ട്രെയിൻ ഫോമിലൊക്കെയാണ് ആക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് തുടക്കം തുടങ്ങിയ ഇൻട്രസ്റ്റ് വരും. ഫസ്റ്റ് പ്രെയറും അസംബ്ലി എല്ലാം കഴിഞ്ഞിട്ട് ആരുടെയും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അതും സെലിബ്രേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ട്രെയിൻ ആയിട്ട് പല ഭാഗങ്ങളിലേക്ക് പോകും. അപ്പോൾ അവിടെ വരുമ്പോൾ സാറ് നമ്മളോട് ഇൻസ്ട്രക്ഷൻ തരില്ല, ഇത് ജയിക്കൂ അത് ജയിക്കുന്നു ഒന്നും പറയില്ല. നമുക്ക് തീരുമാനിക്കാം എന്താ ചെയ്യുന്നത്. ചിലര് പുറത്തേക്ക് പോയും ഔട്ട്സൈഡ് ഗാർഡന്റെ ഭാഗത്തേക്ക്, ചിലര് ക്ലാസ് റൂമിന്റെ സ്ഥലങ്ങളിലേക്ക് പോകും, ചിലര് മ്യൂസിക് കോർണറിലേക്ക് പോകും. അങ്ങനെ 5 ഏരിയ ഉണ്ടല്ലോ മോണ്ടിസോറി എൻവയോൺമെന്റ്. ചിലര് സയൻസ് ഏരിയയിലേക്ക് പോകും. അങ്ങനെ ഓരോ ഏരിയയിൽ പോയി അവിടെ എന്താ ചെയ്യാൻ. അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ഇത്ര സമയം കഴിയുമ്പോൾ വരണം എന്ന് സാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെ, കാരണം കുട്ടികൾക്ക് ഒരു ടയർഡ്നെസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാവരെയും കൂടെ ഒരുമിച്ചാക്കും. അപ്പൊ സാർ പറയും ജിഷ ഗോ ആൻഡ് ഡു വൺ ആക്ഷൻ സോങ് എന്ന് പറയും. അപ്പൊ ഞാൻ അവിടെ ടീച്ചിങ് പ്രാക്ടീസിന് ചെന്നതാണല്ലോ. സോ അപ്പോഴേക്കും കുട്ടികളെല്ലാം കൂടെ നമുക്ക് അതിന് പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു സ്പേസ് ഉണ്ട്, എല്ലാ കുട്ടികളും നിൽക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഞങ്ങളവിടെ ഡാൻസ് ആയിരിക്കും, ആക്ഷൻ സോങ്, അങ്ങനെ ആ രീതിയിൽ അവർ ഭയങ്കരമായിട്ട് ബോഡി മൂവ് ഒക്കെ ചെയ്യും. പിന്നെ അപ്പോഴേക്കും ലഞ്ച് ടൈം ആകും. അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു രീതി. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ആക്ഷൻ സോങ് ഷൈനസ് മാറ്റി വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ സൈൻ ഇനും സൈൻ ഔട്ടും. സൈൻ ഇനും സൈൻ ഔട്ടും നമ്മുടെ ബോഡിയുടെ ഒരു റിതമിലുള്ള മൂവ്മെന്റ് കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് അത് പല രീതിയിൽ ചെയ്യാം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 30 സെക്കൻഡ്സ് തുടങ്ങി 5 മിനിറ്റ്സ് വരെ ആകാവുന്ന, അതായത് മിനിമം 30 സെക്കൻഡ്സ് മാക്സിമം 5 മിനിറ്റ്സിൽ വരാവുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് റിലേറ്റഡ് വിത്ത് നമ്മളുടെ ഈ ഒരു ടോപ്പിക്, നമ്മളുടെ ഈ സബ്ജക്ട് കോഴ്സ് റിലേറ്റഡ് ആയിട്ട് വീഡിയോ എടുത്തിട്ട്, നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ എടുത്ത് നിങ്ങൾ എല്ലാവരും സേവ് ചെയ്ത് വെക്കുക. വി വിൽ പ്രൊവൈഡ് യു വൺ വാട്സ്ആപ്പ് നമ്പർ. സാറിന്റെ നമ്പറാണ് കേട്ടോ അത്, അതിലേക്ക് സെൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ബാച്ചിനോട് ആദ്യം പറഞ്ഞ, അങ്ങനെ എനിക്ക് തോന്നുന്നു MT4 വരെ പറയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും കൂടെ പറഞ്ഞത്. സോ അത് റെഡിയാക്കി വെച്ചോളൂ, പറയുമ്പോൾ സെൻഡ് ചെയ്യണം. മാം, ഒരു ആക്ഷൻ സോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആക്ഷൻ സോങ് വീഡിയോ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണോ? അതും ചെയ്തു വെച്ചോളൂ. അപ്പൊ അതെനിക്ക് ഒരു 30 സെക്കൻഡ്സ് 1 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ സാറ് പറയുന്നത് 5 മിനിറ്റ്സ് വരെ ആകാം. മോണ്ടിസോറി മെറ്റീരിയൽസ് ചിലതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ, ബട്ടണിങ് ഫ്രെയിം, പിന്നെ പിങ്ക് ടവർ അപർണ മിസ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. അതൊക്കെ വെച്ച് ആക്ടിവിറ്റി ചെയ്യുന്നതായിട്ട് വീഡിയോ എടുക്കാം. നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിച്ച് നിങ്ങൾ അവരെ ഒപ്പം ഇരിക്കുന്ന ഇരുന്ന് നിങ്ങളും അവരും കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന രീതിയിലൊക്കെ വീഡിയോ എടുക്കാം. അപ്പൊ ഈ 5 മിനിറ്റ്സിൽ എന്തെല്ലാം മാക്സിമം നമുക്ക് കാണിക്കാൻ പറ്റുമോ ആ രീതിയിൽ തന്നെ എടുക്കും. 30 സെക്കൻഡ് ഏറ്റവും മിനിമം അങ്ങനെ നോക്കി പോകണ്ട. ക്ലിയർ ആയോ? ഓക്കെ, ചെയ്തു. അതായത് ആക്ഷൻ സോങ് മാത്രല്ല, നമുക്ക് വേണമെങ്കിൽ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ ഇത് ചെയ്ത് കാണിച്ചു കൊടുക്കണ അതുപോലെയൊക്കെ ആവാമോ? അതെ അതെ, അങ്ങനെയും ചെയ്യാം. അതാണ് ഇപ്പം കുറെ മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ മാസ്ക്, ഫേസ് മാസ്ക് വെച്ച് സ്റ്റോറി നറേറ്റിംഗ് അതാകാം. അങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ നല്ലപോലെ അറിയാവുന്നവരായിരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ പല ആക്ടിവിറ്റീസ് ചെയ്ത് ഒരുമിച്ച് 5 മിനിറ്റ്സിലാക്കിയാൽ അതും നല്ലതാണ്. നല്ല രീതിയിൽ അങ്ങനെ വീഡിയോ ആക്കാൻ പറ്റുവാണെങ്കിൽ ആക്ഷൻ സോങ് ഇൻക്ലൂഡ് ചെയ്യാം. ഇതുപോലെ ഏതെങ്കിലും മോണ്ടിസോറി മെറ്റീരിയൽ വെച്ചിട്ട് ഇപ്പൊ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത്, നമ്മുടെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. കൗണ്ടിങ് പഠിപ്പിക്കാം. ഈ മഞ്ചാടിക്കുരു ഒക്കെ ഉണ്ടോ കയ്യിൽ? അറിയാം, അടുത്തൊക്കെ ഉണ്ടോ വീടുകളിൽ? പക്ഷെ അത് കുറച്ച് വലിയ കുട്ടികളെ ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഈ ചെറിയ പിള്ളേരെ മൂക്കിൽ വയ്ക്കോ വായിലിടോ എന്നൊന്നും പറയാൻ പറ്റില്ല. ബീഡ്സിന്റെയും പ്രശ്നം അതാ. പക്ഷെ ബീഡ് സ്ട്രിങ് നിങ്ങൾക്ക് ഉണ്ടാക്കാലോ. ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ? നമ്മുടെ മെറ്റീരിയൽസ് നെക്സ്റ്റ് നമ്മുടെ മെറ്റീരിയൽസ് ഫസ്റ്റ് ബാച്ചിന് പ്രാക്ടിക്കല് ഓഫീസിൽ വെച്ച് നടന്നാലെല്ലാം അവിടെ ഇരിക്കുക. അപ്പൊ ഞാൻ ഇന്ന് പോയി എടുത്തോണ്ട് വരും. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറെ മെറ്റീരിയൽസ് നമുക്കൊന്ന് ഓൺലൈൻ ഒന്ന് പരിചയപ്പെടാം. മൊഡ്യൂൾ 3 ശരിക്കും, പക്ഷെ ഇപ്പോഴേ നിങ്ങളൊന്ന് കണ്ടുവെക്കൂ. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് ഉണ്ടാക്കാമല്ലോ.
പിന്നെ അതുപോലെ തന്നെ ഈ വീട്ടില് ഫാമിലിയിൽ ആരെങ്കിലും ഈ കാർപ്പൻട്രി ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള എവിടെയെങ്കിലും കാർപ്പൻട്രി ചെയ്യുന്ന സ്ഥലം ഉണ്ടെങ്കിൽ, ഇവര് ഈ ചെയ്ത് കഴിയുമ്പോൾ കുറെ പീസസ് വേസ്റ്റ് ആകും. നല്ല ക്യൂബ് സൈസിലുള്ള വുഡൻ പീസസ് ഒക്കെ, ബ്ലോക്സ് ഒക്കെ വേസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. ക്യൂബോയിഡ് ഷേപ്പിലുള്ളതും അല്ലെ, ഒരു വാതിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറെ പീസ് കട്ട് ചെയ്ത് പോകുമല്ലോ വേസ്റ്റ് ആയിട്ട്. അങ്ങനെ ഈ മെറ്റീരിയൽസിനെ കുറിച്ചൊരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലുള്ള വർക്ക്ഷോപ്പിൽ പോയിട്ട് അവിടെ അങ്ങനത്തെ പീസസ് ഉണ്ടെങ്കിൽ അവരത് കളയാൻ എടുക്കുന്നത്, കത്തിച്ച് കളയാനോ അങ്ങനെയൊക്കെ എടുക്കുന്നതായിരിക്കും. നമുക്കതൊക്കെ എടുത്ത് നമുക്ക് നല്ല ഒരു 1 year മുമ്പ് എന്റെ കയ്യിലുണ്ടായി മാം ഇതൊക്കെ. നമുക്കതൊക്കെ എടുത്ത് ആണോ? അതെന്തായിരുന്നു സൗദന? എനിക്കറിയില്ലായിരുന്നല്ലോ ഈ കോഴ്സിന് ചേർന്നേക്കാളും ഇവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഇവിടെ കത്തിക്കേണ്ട ആവശ്യം വന്നപ്പോ എടുത്ത് കത്തിച്ചു. എനിക്കറിയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ കോഴ്സിന് ചേർന്നത്. അപ്പൊ നമുക്ക് ലോ കോസ്റ്റിൽ അത് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിങ്ക് ടവറിന് വേണ്ടിയിട്ട് അതുപോലെ ക്യൂബ്സ് കിട്ടുകയാണെങ്കിൽ, ചിലപ്പോ നമുക്ക് പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്ന മെഷർമെന്റ് പറഞ്ഞാൽ അവരതൊന്ന് എന്താ പറയാ ചിന്തേരിട്ടില്ലേ, ഇങ്ങനെ കടഞ്ഞെടുക്കില്ലേ, അതൊക്കെ അവർ ചെയ്തു തരും. അവരുടെ ഉള്ളിയൊക്കെ നല്ല ഷാർപ്പല്ലേ, അവർക്ക് അധിക സമയമൊന്നും വേണ്ട. മെഷർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ആയി കിടക്കുന്ന പീസ് വേണമെങ്കിൽ ഒരു ചെറിയൊരു പേയ്മെന്റ് കൊടുത്താലും നഷ്ടമില്ല. 7,000-8,000 രൂപയാ ശരിക്കും പിങ്ക് ടവറിന്. അതൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതാ. പിങ്ക് ടവർ നമുക്ക് അതിന്റെ ഒരു മോഡൽ ചാർട്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാം. അപ്പൊ മിസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, ചാർട്ട് പേപ്പർ വെച്ച് ഉണ്ടാക്കാം. പക്ഷെ വുഡൻ ബ്ലോക്സ് ആവുമ്പോൾ കറക്റ്റ് ഇങ്ങനെ മുകളിൽ നിൽക്കും. നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മള് ഫ്രീഡം ആയിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. നിങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ട് പെട്ടെന്ന് തന്നെ സ്പീഡിൽ പോകുന്നുണ്ട്. എല്ലാരും പിങ്ക് ടവർ ഒന്ന് ഒരു ഷോർട്ട് ആയിട്ട് ഒന്ന് മാം ഒന്നത് പറഞ്ഞു തരുമോ? അതെങ്ങനെയാന്ന് ഞാൻ ഇതുവരെ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല. പിങ്ക് അല്ല ടവർ അപർണ മാം പിങ്ക് ടവർ ഉണ്ടാക്കണതിനെ പറ്റി നമ്മളോട് പറഞ്ഞിട്ടില്ല. അല്ല മാം, വേറെ ഒരു ബാച്ചിന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും പറഞ്ഞിട്ടുണ്ടാവും വിചാരിച്ചു. ഒന്നുമില്ല, പിങ്ക് ടവർ ശരിക്കും 10 ക്യൂബ്സ് ആണ്. 10 ക്യൂബ്സ്. ഏറ്റവും ചെറിയ ക്യൂബിന്റെ മെഷർമെന്റ് 1 സെന്റിമീറ്റർ. ക്യൂബിന്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. നമുക്ക് സ്ക്വയർ അറിയാം അല്ലെ? സ്ക്വയർ എങ്ങനെയായിരിക്കണേന്ന് അറിയാം. എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഈ സ്ക്വയർ 2 ഡയമെൻഷനിലാണ്. അതിന്റെ സോളിഡ് ഫോം 3 ഡയമെൻഷനിലുള്ളതാണ് ക്യൂബ്. നമ്മളുടെ റുബിക്സ് ക്യൂബ് ഇല്ലേ, നമ്മളിങ്ങനെ ചെയ്ത് ശരിയാക്കുന്ന റുബിക്സ് ക്യൂബിന്റെ ആ ഒരു രൂപം. അപ്പൊ ഈ ക്യൂബിന് ശരിക്കും എത്ര ഫേസ് ഉണ്ട്? ടോപ്പ് ബോട്ടം 6 phase. 6 ഫേസസ്. 6 ഫേസസ്. ഈ ഓരോ 6 ഫേസും സ്ക്വയർ ആണ് അല്ലെ? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആണ്. സോ 1 സെന്റിമീറ്ററിൽ ഒരു ക്യൂബ് ഉണ്ടാക്കണം. 2. അടുത്തത് 1 തുടങ്ങി 10 സെന്റിമീറ്റർ വരെയുള്ള ക്യൂബാണ് നമുക്കുള്ളത്. അപ്പൊ ചാർട്ട് പേപ്പർ വെച്ചിട്ട് ക്യൂബ് ഉണ്ടാക്കുക. ഞങ്ങൾ ചെയ്തപ്പോ ഞാൻ ചെയ്തിരുന്നു. നമ്മൾ ഈ ക്യൂബ് വരയ്ക്കില്ലേ, ഇങ്ങനെ വരയ്ക്കില്ലേ ക്യൂബ്, ചാർട്ട് പേപ്പറിൽ മെഷർ ചെയ്യണം. മെഷർ ചെയ്തിട്ട് പിന്നെ പേസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഒരു പേപ്പർ പീസ്, അത് നമ്മള് ക്യൂബ് വരയ്ക്കണ എങ്ങനെയാ, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ പിന്നെ ജോയിൻ ആക്കുക അല്ലെ, അപ്പോഴല്ലേ ക്യൂബ് ആവുന്നേ. ഈ രീതിയിൽ ചാർട്ട് പേപ്പർ, അതൊന്നും നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ നോക്കണം, ക്യൂബ് എങ്ങനെ ചാർട്ട് പേപ്പറിൽ കൊണ്ട് ഉണ്ടാക്കുന്നുള്ളത്. ഞാൻ പറഞ്ഞ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. മെഷർമെന്റ് എടുത്തിട്ട് 1 തുടങ്ങി, അപർണ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടാവുമായിരിക്കും, ചെയ്യേണ്ട ബാച്ചില് മാം വിട്ടുപോയതായിരിക്കും. അപ്പൊ അങ്ങനെ മിസ് ഏതോ ബാച്ചിലെ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചതിന്റെ ഫോട്ടോ മിസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ. MT6 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ക്ലാസ്സിലെ കാണിച്ചപ്പോ മിസ് സ്ക്രീൻഷോട്ട് എടുത്തതാണ്. കാണാമോ? ഒരു കുട്ടി ചെയ്തത് മിസ് സ്ക്രീൻഷോട്ട് എടുത്തായിരുന്നു, ഫോട്ടോ എടുത്തായിരുന്നു. ഇത് വേറെ ബാച്ചിലൊക്കെ കാണിച്ചപ്പോ അവരിത് ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞു. ക്ലിയർ ആണോ?
കണ്ടോ 10 10 സെന്റിമീറ്റർ തുടങ്ങി 1 വരെ വെച്ചിരിക്കുന്നു. നന്നായി ചെയ്തിട്ടുണ്ട്. ഞാനിത് ചെയ്തതായിരുന്നു, പക്ഷെ അതൊക്കെ കളഞ്ഞു. കുറെയൊക്കെ എടുത്ത് വെച്ചിരുന്നു, പക്ഷെ അത് പോയി. അത് പെട്ടെന്ന് പേപ്പറല്ലേ, മീൻസ് ചാർട്ട് പേപ്പർ അല്ലേ, ഇരിക്കില്ലല്ലോ, വിട്ട് പോയിരുന്നു. നോക്ക ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ മാമിനോട് ഒന്ന് ചോദിക്കൂ, ഞാൻ പറയാം നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ മറക്കാതെ എന്ന് പറഞ്ഞേ. മിസ് ഇത് ഓരോ ക്യൂബും സെപ്പറേറ്റ് ആയിട്ട് വെക്കണോ അല്ലെങ്കിൽ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചു വെക്കണോ, അങ്ങനെയാണ് വെച്ച്? ഒട്ടിക്കണ്ട. പിങ്ക് ടവർ അങ്ങനെയാണ്. ഏറ്റവും താഴെ നമ്മൾ ഏറ്റവും വലിയ ക്യൂബ് വെക്കും, അതിന്റെ മുകളിൽ അടുത്തത് അങ്ങനെ. അപ്പൊ കുട്ടികളെ ആക്റ്റീവ്, ഇപ്പൊ ആസ് ആൻ അഡൾട്ട് നമുക്കറിയാം ഓരോന്നിന്റെ സൈസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഏറ്റവും വലുത് 10 ആണ്, അതിന്റെ മുകളിൽ 9 വരണം, പിന്നെ 8, അങ്ങനെ ഏറ്റവും മുകളിൽ 1 വരണം. നമ്മൾ പെട്ടെന്ന് കഴിയും. പക്ഷെ കുട്ടികൾ എപ്പോഴും ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ചെയ്യണമെന്നില്ല. അവര് ചിലപ്പോ ഏറ്റവും താഴെ 7 വെച്ച് കാണും, അതിന്റെ മുകളിൽ ചിലപ്പോ 5 വെക്കും. അങ്ങനെ വെച്ച് പോകുമ്പോ ബാലൻസ് തെറ്റും. ഇതെല്ലാം പ്ലാസ്റ്റിക്കിലുള്ളത് വാങ്ങിക്കാൻ കിട്ടില്ലേ പിള്ളേര് കളിക്കണത്? എനിക്കിവിടെ മോള് കുഞ്ഞായിരുന്നപ്പോഴുള്ളത് ഇതായിരുന്നു. ഇങ്ങനെ ഒരു ഇതുപോലെ ഇരിക്കും, ഏറ്റവും താഴെ വലിയ റിങ്, അതിന്റെ മുകളിൽ അടുത്ത റിങ്, അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള റിങ്, മുകളിൽ ഏതെങ്കിലും ഒരു ഡോളിന്റെ തല വെച്ച് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതല്ലേ ഉദ്ദേശിച്ചേ? അത് തന്നെ ആന്റിയുടെ അടുത്ത് കണ്ടിട്ടുണ്ട്, പിള്ളേരുള്ളതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, കുഞ്ഞു കുട്ടികൾ ആദ്യം കറക്റ്റ് ഏറ്റവും വലുതിടില്ലല്ലോ, അവരേതെങ്കിലും ഇടും, പിന്നെ ഇടുമ്പോഴേക്കും പിന്നെ ശരിയാവാതെ വരുമ്പോ അവർ വീണ്ടും അതെല്ലാം കൂടെ മാറ്റും, വീണ്ടും ചെയ്യും, ശരിയായില്ലെങ്കിൽ വീണ്ടും മാറ്റും. അതായത് റിപ്പിറ്റീഷൻ. ഇത് തന്നെയാണ് അവര് കളിച്ച് അവർക്ക് കളറൊക്കെ കാണാപ്പാടാട്ടോ. അപ്പൊ അവരുടെ മുമ്പിൽ വെച്ച് ഞാനൊരു ദിവസം കളർ തെറ്റിച്ചിട്ടു. എന്നിട്ട് അതെല്ലാം ഊരി കളഞ്ഞിട്ട് പറഞ്ഞു ഇതല്ല ഇവിടെ ഉണ്ട്, ഇത് അടിയിലായിട്ടുണ്ടെന്നും പറഞ്ഞ് തന്നെ ഊരി കയറ്റിയിടുക. 2 വയസ്സാവുന്നു കൊച്ചിന്. എന്താ ഇപ്പൊ നമുക്ക് ഇറങ്ങുന്ന ടോയ്സിലെല്ലാം ഏജും കൂടെ വയ്ക്കുന്നുണ്ട്, ഓരോ ഏജിനും ആപ്റ്റ് ചെയ്താന്നുള്ളത്. ഓരോ ഏജിന് പറ്റുന്ന രീതിയിലുള്ള ടോയ്സ്, ആ രീതിയിൽ ഇപ്പൊ ടോയ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ടോയ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സെയിം തന്നെയാണ് മോണ്ടിസോറി മെറ്റീരിയൽ. ഇവിടെ കുട്ടികളുടെ ടോയ്സ് കൊണ്ട് കളിക്കുവാണെങ്കിൽ അവിടെ ഈ മെറ്റീരിയൽസ് വെച്ച് അവർ ശരിക്കും അവർ കളിക്കുവാണ്, പക്ഷെ ത്രൂ ദാറ്റ് പ്ലേ അവരുടെ വർക്ക് നടക്കുവാണ്, ആക്ടിവിറ്റി നടക്കുകയാണ്, അവരുടെ ലേണിംഗ് പ്രോസസ് നടക്കും. അതാണ് വ്യത്യാസം. ഓക്കെ, പറ്റുന്ന ചെയ്യാം. സർവേ എല്ലാരും ചെയ്തിട്ടുണ്ടോ, കഴിഞ്ഞോ? സർവേക്ക് കുറെ പേർക്ക് ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, സർവേയുടെ ഇത് ഇങ്ങനെ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് ക്ലാസ് പോകുന്നതിൽ എന്നുള്ളത് വിശദമായിട്ട് ഞാൻ എഴുതി ക്ലാസ് റൂമിൽ എല്ലാവർക്കും പോസ്റ്റ് ചെയ്തിട്ടേക്ക്. സർവേ ചെയ്യൂ. പോയി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോൺ ചെയ്ത് ഡേറ്റാസ് കളക്ട് ചെയ്താൽ മതി. ക്ലാസ് റൂമിൽ വീഡിയോ മാത്രം കാണാൻ പറ്റുന്നുള്ളൂ, അതെന്താണോ? മാം, എനിക്ക് അത് മാത്രമേ കാണാനായിട്ട് സാധിക്കണുള്ളൂ. 2 ആഴ്ച പനിയായിട്ട് പിള്ളേർക്ക് എനിക്ക് പനിയായിട്ട് കാണാനും സാധിച്ചില്ല. അപ്പൊ വീഡിയോ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അസൈൻമെന്റ്, മറ്റേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതൊന്നും എനിക്ക് കാണാനായിട്ട് സാധിക്കണില്ല. ഇപ്പൊ എന്റെ സൗണ്ട് പോയിരിക്കുകയാണ്, അപ്പൊ അതൊന്നും ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കണില്ല. ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പാസ്വേഡ് ഇത് മാത്രമേ കാണിക്കണുള്ളൂ അവര്, പിന്നെ എനിക്കൊന്നും കാണാൻ പറ്റണില്ല. ആണോ? ശരി ശരി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, അതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെയായിട്ട് എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല. ഇത് തുറന്നു നോക്കിയപ്പോഴും എനിക്ക് കാണാനായിട്ട് സാധിക്കണില്ല. വീഡിയോ മാത്രമേ എനിക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. ഈ പേര് ഇത് തന്നെയാണോ, ലിമീന്ന് തന്നെയാണോ പേര്? അതേലോ. അല്ല, ഞാൻ പറയാം ടെക്നിക്കൽ. ഇപ്പൊ എന്തായാലും റിജോയും രാഖിയും ഉണ്ട് നമ്മുടെ കൂടെ. ഇപ്പൊ പാരലൽ ക്ലാസ് നടക്കുകയാണെങ്കിൽ അവർ ചിലപ്പോ അവിടെ ശ്രദ്ധിക്കുവാണെങ്കിൽ അവർ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ എന്തായാലും അവർക്കൊരു മെസ്സേജ് ഇട്ടേ. ഓക്കെ മാം, അത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് കിട്ടണില്ല. അപ്പൊ എന്റെ ഫോണിന്റെ പ്രശ്നമാണെന്ന് കരുതിയിട്ട് ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്തു. അപ്പൊ എന്റെ ഫോണിന്റെ പ്രശ്നമല്ല എന്നാ പറഞ്ഞത്. അപ്പൊ പാസ്വേഡ് കാണിക്കുന്നുണ്ട്, തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാ പറയണത് അവര്. പക്ഷെ പാസ്വേഡും കൊടുത്തു, ഇത് ശരിക്കും ഇമെയിലും കൊടുത്തു, പിന്നെ ഇത് കറക്റ്റ് റീട്രെയിൻ മാത്രമേ കാണിക്കണുള്ളൂ, വേറൊന്നും കാണിക്കണില്ല. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല 2 ആഴ്ചയായിട്ട്. അപ്പൊ ഞാൻ കംപ്ലൈന്റ് ഇങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുവരെ റിപ്ലൈ തന്നിട്ടില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്തിട്ട്. ലിമി മേജോ. ഇത് തന്നെയാണല്ലേ പേരും കൊടുത്തിരിക്കുന്ന? ഇതാണെങ്കിൽ ഇമെയിൽ ഐ ഡിയോ? ലിമി മേജോ 5@gmail.com. സ്നേഹ ജോയിൻ ചെയ്തിട്ടുണ്ടോ?
അല്ല ഞാൻ പറഞ്ഞേട്ടോ ലിമി. അതെ ജോജി, താങ്ക് യു സ്നേഹയുടെ കൺസേൺ എന്തായിരുന്നു? ഗ്രൂപ്പിൽ ആഡ് ആവണം അല്ലെ? അതെ മാഡം അതെ. സ്നേഹ കുറെ ക്ലാസ്സസ് മിസ്സായിട്ടുണ്ട്. സോ സ്നേഹയ്ക്ക് നിങ്ങളുടെ പേഴ്സണൽ പ്ലാറ്റ്ഫോമില്ലേ, ഗ്രൂപ്പില്ലേ, അതിലൊന്ന് ആഡ് ആവണം എന്ന് പറഞ്ഞു. അതാണ് എന്നോട് പറഞ്ഞത്. സ്നേഹ പിന്നെ കുറെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പെൻഡിങ് ഇല്ലേ? അതെ അതെ. അപ്പൊ സ്നേഹയ്ക്ക് കോൺഫിഡന്റ് ഉണ്ടോ ഈ ഒരു ബാച്ചിന്റെ ഒപ്പം വേഗം ചെയ്ത് വരാൻ പറ്റും എന്നുള്ളത്? റെക്കോർഡ് റൈറ്റിംഗ് എല്ലാം, അസൈൻമെന്റുകളെല്ലാം എനിക്ക് ഏതൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കിയിട്ട് ഞാൻ മാഡത്തിനോട് പറയാം മാഡം, എനിക്കങ്ങനെ പറ്റുമോ ഇല്ലയോ എന്ന്. കാരണം പലരും പിന്നെ ബാച്ച് ചേഞ്ച് ആയിട്ടുണ്ട്, അങ്ങനെ പറ്റാതെ വന്നു. പുതിയ ബാച്ചുകളിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചു. ഇനി അതല്ല ഈ ബാച്ചിൽ തന്നെ എനിക്ക് പോയാൽ മതി, സ്ട്രെയിൻ എടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റും, ഒന്ന് നോക്കൂ. പെൻഡിങ് ബോക്സുകൾ നോക്കിയിട്ട് സ്നേഹയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ. നിങ്ങളുടെ ഈ ബാച്ച് ഏത് സമയത്ത് സ്റ്റാർട്ട് ചെയ്തത്? ജൂലൈ ആണോ? ജൂൺ 25. ജൂൺ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഡിപ്ലോമ കോഴ്സസ് ഏപ്രിൽ ആവുമ്പോ തീർക്കണം. ഇപ്പൊ നമ്മള് ഫെബ്രുവരി ആയി. അപ്പൊ അതും കൂടെ നോക്കിയിട്ട് വേണം കേട്ടോ സ്നേഹ. ഓക്കെ മാഡം. ഏപ്രിലിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ വർക്കുകൾ, റെക്കോർഡ് റൈറ്റിംഗ്, സർവേ, അസൈൻമെന്റ്, ആക്ടിവിറ്റീസ്, പിന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല മാഡം ഇല്ല. ഞാൻ ജസ്റ്റ് ജോയിൻ ആയതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് 2-3 ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യുക, ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ വേറെ ഇപ്പൊ MT7 ഉണ്ട്, അതിലേക്ക് ജോയിൻ ആയാൽ ഓക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ സ്നേഹയ്ക്ക് ഓക്കെ ആണ്, ഇവരുടെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോകി ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട വന്നാലും കുഴപ്പമില്ല, ഞാൻ ചെയ്യുന്നതാണെങ്കിൽ നോ പ്രോബ്ലം. സമയം ആലോചിക്കുക. ഞാൻ വിളിക്കാട്ടോ, കാരണം എനിക്ക് ഒട്ടും വിളിക്കാൻ പറ്റിയില്ല, അതാ ഞാൻ ഇപ്പൊ ചോദിച്ചത്. ഓക്കെ മാഡം. ഓക്കെ ഓക്കെ തന്നെ. അപ്പൊ ലിമിയുടെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ തന്നെ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി കാണാം. ഇത് സൈൻ ഔട്ട് ഉണ്ടോ ആരെങ്കിലും? ജസ്റ്റ് മാക്സിമം യൂസ് ദ ഓപ്പർച്യൂണിറ്റി. സൈൻ ഔട്ടിലൊക്കെ വന്നിട്ട് ഒരു ആക്ഷൻ സോങ് ഒക്കെ ചെയ്യും, ഒരു ഡാൻസ് ഒക്കെ ചെയ്യും. കുട്ടികളെ നിങ്ങളോട് ഒരു ഡാൻസ് ചെയ്യാമോ ടീച്ചറെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നാണം പിടിച്ചിരിക്കുവോ? ഞാനൊന്നും ഒട്ടും ചെയ്യില്ല എന്ന് വിചാരിച്ച ഞാൻ പിള്ളേരുടെ കൂടെ ഡാൻസ് ചെയ്തു. നമുക്ക് അവരുടെ കൂടെ ഒരു ഷൈനസ്സോ ഇൻഹിബിഷനോ ഒന്നും തോന്നില്ലല്ലോ. ഇത് നല്ല ഡാൻസ് ഒക്കെ അറിയാവുന്നവർക്ക് നല്ല സുഖമല്ലേ? എനിക്കൊക്കെ ബോഡിയൊന്നും വഴങ്ങില്ലായിരുന്നു, പക്ഷെ അവരുടെ കൂടെ ചേരുമ്പോ നല്ല രസം. നമ്മളെ കളിച്ചു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഞാൻ അടുത്ത സ്കൂളില് പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്, ആനിവേഴ്സറി ആയിട്ട് മാത്രം. ഡാൻസ് എന്ന് പറഞ്ഞിട്ടല്ല, ചുമ്മാ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോണേ. ഞാൻ ട്രെയിനിങ്ങിന് പോയ സ്കൂളായതുകൊണ്ട്. അപ്പൊ അതിലൊരു കൊച്ചു മാത്രം ബോഡി ഒന്ന് ഇത് ചെയ്യൂല, മൂവ് ചെയ്യൂല. ബാക്കി എല്ലാരും നന്നായിട്ട് കളിച്ചു വരുമ്പോ ഇവൻ മാത്രം ഇങ്ങനെ അനങ്ങാണ്ടിക്കും, കൈയിട്ടനക്കും തലയിട്ടനക്കും, അത്ര മാത്രമേ ഉള്ളൂ. അതിനെന്തെങ്കിലും ഒരു വഴി. അവനെ കുഞ്ഞു കുഞ്ഞു എക്സസൈസ് ഒക്കെ ചെയ്ത് കൊടുക്കും, ബോഡി മൂവ് ആവുന്ന രീതിയിൽ അവൻ ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വാമപ്പ് എക്സസൈസ് പോലുള്ളതൊക്കെ ചെയ്യിച്ചിട്ട് ഡാൻസിലേക്ക് കൊണ്ടുപോകാം. നോക്ക്, ട്രൈ ചെയ്യും. ആനുവൽ ഡേ ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ അവൻ അറിയാം, എല്ലാരും നന്നായിട്ട് അറിയാം. പക്ഷെ ഇവൻ മാത്രം ബോഡി മൂവ് ചെയ്യില്ല, കൈയിട്ട് അനക്കും തല അനക്കും, അത്ര മാത്രമേ ഉള്ളൂ. സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അവിടെ വലിയ മിറർ ഉണ്ടോ ആ സ്കൂളില്? ചാൻസ് കുറവായിരിക്കും. ഇല്ല. അല്ലെങ്കിൽ ഗ്ലാസ് ഡോറിന്റെ നമ്മളെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വല്ല ഗ്ലാസ് ഡോറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ സ്ക്രീൻ വെച്ചിട്ടുള്ള ഇതാ ആണോ? അത് അങ്ങനെ എന്തെങ്കിലും ഗ്ലാസ് അല്ലെങ്കിൽ ക്യാമറ, നമ്മളുടെ ഏതെങ്കിലും സിസ്റ്റം വെച്ചിട്ടേ ക്യാമറ ഓൺ ചെയ്തിട്ട് അതിന്റെ മുമ്പിൽ നിർത്തിയിട്ട് അങ്ങനെ കാണിച്ചാലും മതി. അങ്ങനെ അപ്പൊ അവന് കാണാൻ പറ്റുമല്ലോ ഞാൻ അനങ്ങുന്നുണ്ടോ എന്നുള്ളത്. എനിക്കറിയില്ല അത് വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് അവനും അറിയില്ലാത്തോണ്ടല്ലോ, ഒറ്റയ്ക്ക് കളിക്കുമ്പോ ഞാൻ ഒറ്റയ്ക്ക് നിർത്തി കളിപ്പിച്ചു. ഇനിയിപ്പോ സ്റ്റെപ്പ് അറിയാത്തോണ്ടാന്ന് ഓർത്ത്. അപ്പൊ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് എന്റെ മുമ്പിൽ നിന്ന് കളിക്കുമ്പോ കളിക്കും. എല്ലാരും കൂടെ കൂടുമ്പോ അവൻ ശരീരം അനക്കൂല. അങ്ങനെ ഒരു പ്രശ്നം. 25-ാം തീയതിയാണ് ആനുവൽ ഡേ. അപ്പൊ അപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കണം. അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ അവനെ ലീഡിങ് ആയിട്ട് വെച്ചിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനോ ആ രീതിയിൽ കുറച്ച് 1-2 തവണ ചെയ്യിച്ചു നോക്കും. നീ ചെയ്യുന്ന കണ്ടു വേണം ഇവർക്ക് കളിക്കാന്നുള്ള രീതിയിലേ നീയാണ്. അപ്പൊ അവനൊരു പ്രിവിലേജ് കിട്ടുവാണല്ലോ. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി.
ഇനി അങ്ങനെ ഇന്ന് ചെയ്ത് നോക്കാം. ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോകാം. ഓരോന്നും നമ്മള് ട്രൈ ചെയ്യണം. അങ്ങനെ കുട്ടികൾ ഇപ്പൊ ആ കുട്ടിയെ അടുത്തറിയാവുന്ന അഫ്നയ്ക്കാണല്ലോ, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഓരോന്നും അവരിൽ പരീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനി ക്രൗഡ് വരുമ്പോഴുള്ള അവന്റെ വല്ല പ്രശ്നമാണോ? അതാവാനാ ചാൻസ്. ഒറ്റയ്ക്ക് കളിക്കുമ്പോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നീ കളിച്ചാ മതി, നീ നന്നായിട്ട് കളിക്കണ്ട്, എല്ലാരെക്കാളും കൂടുതൽ നന്നായിട്ട് കളിക്കുന്ന നീ, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. അവൻ ഒറ്റയ്ക്ക് കളിക്കുമ്പോ അടിപൊളിയായിട്ട് കൊടുക്കുമോ? ഇവരെ കാണിച്ചു സെറ്റായിട്ട് കൊടുക്കും, കളിക്കും. അങ്ങനെയൊന്നും ചെയ്ത് നോക്കും, ഇവരെ പഠിപ്പിച്ചു കൊടുക്കുമോ അങ്ങനെ എന്തെങ്കിലും? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വൈൻഡ് അപ്പ് ചെയ്യാം. 12 മണിക്ക് ക്ലാസ് ഉണ്ട്. താങ്ക് യു മാം. Thank you, Thank you, ma'am. ma'am. Thank you, ma'am. Bye.